ഗുഡ് ഈവനിങ് എവരി വൺ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ക്ലാസ്സസിൽ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പതുക്കനെ നമ്മുടെ ഓരോരോ ടോപ്പിക്സ് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. കഴിഞ്ഞ ദിവസം നമ്മൾ എന്തായിരുന്നു ഡിസ്കസ് ചെയ്തത്? ആർക്കാണെന്ന് പറയാൻ പറ്റുക? ജിൻഷയ്ക്ക് കേൾക്കുന്നില്ല എന്നാണ് പറയുന്നത്. ജിൻഷ, എത്ര പേർക്ക് കേൾക്കുന്നില്ല? സുഹൈറയ്ക്ക് കേൾക്കുന്നുണ്ടോ? കേൾക്കാം ഷീബിളിന് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. കേൾക്കാം കേൾക്കുന്നുണ്ടോ? ഉണ്ട് ഉണ്ട്. ആ ഹാ ഹാ ഹാ. ജിൻഷ വല്ല മ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ജോമോന് കേൾക്കുന്നുണ്ടല്ലോ. ജിൻഷ ഒന്നും കൂടെ സൈറ്റിന് അത് ലീവ് ചെയ്തിട്ട് ഒന്നും കൂടെ കേറാം, അപ്പൊ കേൾക്കാൻ പറ്റും. അതെ, അങ്ങനെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. എന്താണാവോ, മേ ബി എന്തെങ്കിലും ഒരു ടെക്നിക്കൽ ഇഷ്യൂ ആയിരിക്കാം. ക്ലിയർ അല്ല എനിക്ക്. ആഹ്, എന്താ ഇപ്പൊ പറയാൻ പറ്റുക നമുക്ക്? ജിൻഷ ജിൻഷ ജിൻഷയുടെ മൈക്കാണോ ബ്ലൂടൂത്ത് ആണോ? എന്താ കണക്ട് ചെയ്തേക്കുന്നേ? വോയിസ് കേൾക്കുന്നില്ലേ? അറിയില്ല, എന്താണാവോ. ജിൻഷ എന്താ സംഭവം എന്ന് അറിയില്ല. ജിൻഷയുടെ മ്യൂട്ട് ആവുമായിരിക്കോ എന്തോ. ഞാനിപ്പോ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ആർ യു മ്യൂട്ട് എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ജിൻഷ എക്സിറ്റ് ആയിട്ടുണ്ട്. മേ ബി ടെക്നിക്കൽ ഇഷ്യൂ ആയിരിക്കാം. അത് ശരിയാവും എന്ന് തന്നെ വിചാരിക്കുന്നു. എങ്ങനെയുണ്ട്? കഴിഞ്ഞ ദിവസം നമ്മൾ എന്തൊക്കെയാ ഡിസ്കസ് ചെയ്തത്? ആർക്കാണെന്ന് പറയാൻ പറ്റുക? ഒന്ന് അൺമ്യൂട്ട് ചെയ്യുക, സംസാരിക്കുക. യെസ്, ആരാ മുമ്പിലേക്ക് വരുന്നേ? ആ യെസ്, ശീതൾ പറഞ്ഞോളൂ. ഇന്നലെ ഓൺ പേജ് ഒപ്റ്റിമൈസേഷൻ ആണ് ചെയ്തത്. ഓക്കെ, ഓൺ പേജ് ഒപ്റ്റിമൈസേഷൻ എന്താണത്? ഐ മീൻ, ഇന്നലെ നമ്മള് ഹെഡ് ടാഗ്, ബോഡി ടാഗ്, ആ ഇന്നലെ tag. നമ്മള് ബോഡിയുടെ ഇതാണ് ചെയ്തത്. അതായത് ഇമാജിൻ, ഓൾട്ട് ടെസ്റ്റ് ഒക്കെ കൊടുത്ത്, വെരി ഗുഡ്. അതുപോലെ തന്നെ കീ ഫ്രൈസ് എല്ലാം ചെയ്തു. അതെല്ലാം നമ്മൾ എന്താണോ നമുക്ക് മിസ്റ്റേക്ക് പറ്റിയത് അതൊക്കെ നമ്മൾ പോയി ട്രബിൾ ഷൂട്ട് ചെയ്ത് കറക്റ്റ് ആക്കി. അതായത് H1 ടാഗ്, ആ ആ ആ അതുപോലെ തന്നെ നമ്മള് പിന്നെ ഔട്ട് ബൗണ്ട് ലിങ്ക് കൊടുത്ത്, ഇന്റേണൽ ലിങ്ക് കൊടുത്തു. ഓക്കെ ഓക്കെ. ഒരു ഇന്നലെ ബ്ലോഗിൽ എത്ര ഹോം പേജ് ദിവസം? ഏ ഇന്നലെ നമ്മൾ ഹോം പേജ് ആണ് ചെയ്തത്. ഇന്നലെ നമ്മൾ ഹോം പേജിന്റെ എഡിറ്റിംഗ് ആണ് ചെയ്തത് അല്ലേ? ഹോം പേജിനകത്ത് ഹോം പേജ് ചെയ്യാനായിട്ട് ഒരു ഐഡിയ കിട്ടിയല്ലോ എല്ലാവർക്കും. കിട്ടി. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള പേജസിൽ എത്ര പേര് ഇതേപോലെ തന്നെ SEO ചെയ്യാൻ നോക്കി? ഞാൻ ചെയ്തു. ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല സാർ. നമ്മള് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന ഈ വരുന്ന ദിവസങ്ങളിൽ ഇരുന്ന് നാളെ തൊട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ ഓക്കെ, സാരില്ല. എന്താ സംഭവം എന്ന് വെച്ചാല് നാളെ നാളെ നീളെ നീളെ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ റിസ്ക് ആണ്. നാളെ എന്ന് പറയുമ്പോൾ എല്ലാം ഓർക്കൊന്നുമില്ല. ഇന്നലെ പഠിപ്പിച്ചത് നമ്മൾ ചിലപ്പോൾ ഇന്ന് തന്നെ മറന്നു പോയേക്കാം. അത് സ്വാഭാവികമാണ്. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു ഒറ്റ ദിവസം കൊണ്ട് തന്നെ നോക്കേണ്ട കാര്യങ്ങളാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് തന്നെ. വീക്കെൻഡ് ആകുമ്പോഴേക്കും എല്ലാം മറക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ അന്നന്ന് തന്നെ ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പഠിച്ചതെന്ന് അപ്പം തന്നെ നോക്കാനും കൂടി ശ്രമിക്കാം. ഓക്കെ, സുഹേറ ഒന്നും നോക്കിയില്ലല്ലോ അല്ലേ? നോക്കിയായിരുന്നു. വെരി ഗുഡ്. എന്താ നോക്കിയേ? ഞാൻ ഇന്നലെ ചെയ്തതൊക്കെ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കി, എന്തൊക്കെയാ ചെയ്തത്, എവിടെയൊക്കെ ചെയ്തതെന്നൊക്കെ നോക്കി. അതുപോലെ തന്നെ മറ്റ് പേജസിലൊക്കെ എഡിറ്റിൽ പോയി നമ്മള് CEO അനലൈസ് ചെയ്ത് നോക്കി. പക്ഷെ അതൊന്നും ഞാൻ SEO അല്ല, SEO. SEO സോറി, പറഞ്ഞു വരുമ്പോ മാറി പോണം. അപ്പൊ ഇത് ചെയ്ത് അതിലെ പ്രോബ്ലംസ് ഒക്കെ റീഡ് ചെയ്ത്, മറ്റതിൽ ഞാൻ നമ്മള് ഹോം പേജിൽ എഡിറ്റ് ചെയ്തിട്ട് പറഞ്ഞല്ലോ H1 H2 ഒക്കെ.
അതില് മാറ്റം വരുത്താനൊക്കെ നോക്കി. പക്ഷെ അതില് മൂന്നാമത്തെ പ്രോബ്ലംസ് എന്ന് പറയുന്നത് നമ്മള് H2 നേരത്തെ പറഞ്ഞത് H1 മാത്രം മെയിൻ ഹെഡിങ്ങും ബാക്കിയുള്ളതിലൊക്കെ കീ ഫ്രേസ് കൂട്ടി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ ആ ആ അപ്പൊ അത് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ മറ്റതൊക്കെ ഞാൻ ജസ്റ്റ് നോക്കി വെച്ചിട്ടുണ്ട്, എനിക്ക് മറക്കാതിരിക്കാൻ വേണ്ടിട്ട് വീണ്ടും വീണ്ടും ഒന്ന് ഇടയ്ക്ക് നോക്കി. മറന്നുപോയത്. നോക്കൂ നോക്കിയാലേ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഓർത്തിരിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് മൊത്തം മറക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും കുഴപ്പമില്ല. ഐ ബിലീവ് സുഹൈറ ഇന്നലെ കുറേയൊക്കെ നോക്കിയിട്ടുണ്ട്. എന്തായാലും ഒരു 99% ഓക്കെ ആയിരിക്കും എന്ന് തന്നെ വിചാരിക്കുന്നു. പിന്നെ 1% അത് നമുക്ക് വിട്ടുകളയാം, കുഴപ്പമില്ല. അത് പിന്നീടാണെങ്കിലും നമുക്ക് റെഡിയാക്കി എടുക്കാം. ഓക്കെ ഓക്കെ ചെയ്യാനുള്ള ഒരു ധൈര്യം ഇല്ല. അത് എന്തേലും തെറ്റ് പറ്റിപ്പോയാൽ പിന്നെ സാറ് പറഞ്ഞല്ലോ ഇങ്ങനെ എന്തെങ്കിലും ചെയ്ത് കൂട്ടരുതെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് ഞാൻ ചെയ്യാതിരുന്നു. തെറ്റെല്ലാവർക്കും പറ്റുമെന്നേ. അത് സ്വാഭാവികമാണ്. ആ തെറ്റ് വെച്ച് നമ്മൾ മുന്നോട്ട് പോവാ. പക്ഷെ തെറ്റിയാലേ അതിനൊരു രസമുള്ളൂ. അല്ലെങ്കിൽ എങ്ങനെയാ ശരിയാവും? ടാഗിലൊക്കെ നമ്മള് ഇത് SEO ടൈറ്റിലൊക്കെ കൊടുക്കണ്ടേ, ആ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ്, അത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഓരോന്നോരോന്ന് ചെയ്തു വരണം. അതെ അതെ. ഓക്കെ സുഹേല, അപ്പോൾ കുറെ എഫേർട്ട് ഒക്കെ എടുക്കുന്നുണ്ട്, നല്ല കാര്യം. ഇതേപോലെ തന്നെ എല്ലാ ദിവസവും ഇത് റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മൾ പഠിക്കുന്നതിന് ഒരു അർത്ഥം വരട്ടെ. ഞാൻ റെക്കോർഡ് ക്ലാസ് കാണാറുണ്ട് റിപ്പീറ്റഡ്. എനിക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ അത് കാണും. രാവിലെ 10 മണിക്ക് ഇരുന്ന് കാണും ഒരു 12 മണി വരെ. ഓക്കെ ഓക്കെ. അതിന്റെ സ്പീഡ് വേണമെങ്കിൽ കൂട്ടിക്കോളൂ, കാരണം നമ്മൾ കുറെ അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. ഓക്കെ. കുറച്ചൊക്കെ കത്തി വെക്കുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? എന്നാലും കുഴപ്പമൊന്നുമില്ല, കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പോലെ ചെയ്യാം. എന്റേതിലേ ഞാൻ ആ പറഞ്ഞ പോലെ ആ സേവ് ഓപ്ഷനിൽ നമ്മൾ സേവ് ആക്കിയിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ വന്ന ഈ SEO ടൈറ്റിന്റെ മുകളിലൊക്കെ നമ്മൾ കൊടുത്തത് കാണേണ്ടതല്ലേ? എന്താണ്, ഒന്നും കൂടി പറയാമോ? ഇപ്പൊ നമ്മൾ എബൌട്ട് എന്ന് പറഞ്ഞ പേജാ ഇപ്പൊ നമ്മൾ SEO ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ അപ്പം അന്നേരം നമ്മൾ ഇതിന്റെ അകത്ത് ഫോക്കസ് കീ ഫ്രേസ് നമ്മൾ കൊടുത്തു, അങ്ങനെ എല്ലാ ഓക്കെ കാര്യങ്ങളും നമ്മൾ കൊടുത്തു. എന്ന് വെച്ചാൽ SEO ടൈറ്റില്, സ്ലഗ്, മെറ്റാ ഡിസ്ക്രിപ്ഷൻ എല്ലാം കൊടുത്തിട്ട് നമ്മൾ SEO അനലൈസിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രോബ്ലംസ് കാണിക്കുമല്ലോ. അതെ, അത് കാണിക്കും. നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം എല്ലാം ഓക്കെ ആയിട്ട് കൊടുത്തതിന് ശേഷം പിന്നീട് നമ്മൾ എബൌട്ട് എന്ന് പറഞ്ഞ പേജിൽ വന്നിട്ട് എഡിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ നമ്മൾ സേവ് ചെയ്തൊക്കെ അവിടെ തന്നെ വേണ്ടേ? അതായത് സേവ് ചെയ്യണം. അപ്ഡേറ്റ് അല്ലേ? ചെയ്തിട്ട് വേണം നമ്മൾ പ്രിവ്യൂ കൊടുത്തിട്ട് പിന്നെ എഡിറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ നമുക്ക് കാണാൻ പറ്റും എന്തെല്ലാം സാധനം എഡിറ്റ് ആയിട്ടുണ്ട്, എന്തെല്ലാം എഡിറ്റ് ആ ആയിട്ടുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞു. അതൊക്കെ ഞാൻ പറയുന്നതേ, പിന്നീട് എനിക്ക് എബൌട്ട് എന്ന് പറഞ്ഞ പേജിൽ എഡിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ഞാൻ അതായത് ടൈപ്പ് ചെയ്ത് വെച്ചൊന്നും അവിടെ ഇല്ല. ടൈപ്പ് അതെന്തുകൊണ്ടാണ് ചെയ്ത് വെച്ചൊന്നുമില്ല. അത് പോയി കാണും, സേവ് ചെയ്യാണ്ടിരുന്നപ്പോ അത് പോയി കാണും. അങ്ങനെയാണെന്ന് ഓർത്ത് ഞാൻ 2 പ്രാവശ്യം പിന്നെയും ചെയ്തു സേവ് കൊടുത്തു. പിന്നെ ആ എനിക്ക് ഹാ അതുപോലെ ഹാ. തന്നെ വരുന്നു. ഓഹോ ഹോ. ഓക്കെ. എന്തെങ്കിലും ഞാൻ വിട്ടുപോയതിന്റെയാണ്. അതിന് മുന്നേ വേറെ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? ഇല്ലല്ലോ. അതിന് മുന്നേ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? സേവ് മാത്രമല്ലേ ഉള്ളൂ? അത് മാത്രമേ ഉള്ളൂ. അങ്ങനെ മാത്രം ചെയ്താൽ ഓക്കെയാണ്. ഞാനൊന്ന് ഷെയർ ചെയ്ത് നോക്കട്ടെ കേട്ടോ. എന്താണത് ജിൻഷയുടെ ഇതില് എന്താണ് അവിടെ ഒരു പ്രോബ്ലം വന്നേക്കണേന്ന് നമുക്കൊന്ന് നോക്കാം. ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് ഞാൻ ചിലപ്പോൾ വിട്ടുപോയതിന്റെ ആയിരിക്കാം. പക്ഷെ അത് ഞാൻ പിന്നെയും ചെയ്തിട്ട് എനിക്കതങ്ങ് റെഡി ആവുന്നില്ല. സാരില്ല, നമുക്ക് റെഡിയാക്കാം. ഒറ്റ മിനിറ്റ്. ജിൻഷ .online നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും ഒക്കെ കൊടുത്ത് നമ്മൾ നേരെ അങ്ങ് ലോഗിൻ ചെയ്തു. ഏത് പേജാ ജിൻഷയുടെ വെബ്സൈറ്റില്? ഞാൻ എബൌട്ടാ നോക്കിയത്. അയ്യോ, ഓക്കെ. ഇതില് മെറ്റാ ടൈറ്റിലൊക്കെ കൊടുത്തായിരുന്നോ? കൊടുത്തായിരുന്നു. ഫോക്കസ് കീ ഫ്രേസ് കാണുന്നില്ല, അത് വരുന്നില്ല. മെറ്റാ ടൈറ്റിൽ കാണുന്നില്ല. ഇല്ല.
About ഡിസ്ക്രിപ്ഷൻ കാണുന്നില്ല. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ചാറ്റ് GPT എല്ലാവരും ഉപയോഗിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഉണ്ട്. ഇല്ല ഇല്ല ഉപയോഗിച്ചിട്ടില്ല. ഉപയോഗിച്ചിട്ടില്ല. ഓക്കെ, കുഴപ്പമില്ല, പേടിക്കൊന്നും വേണ്ട. നമ്മൾ എന്തൊക്കെയാണെങ്കിലും ഡീപ് സീക്ക് ഉപയോഗിച്ചായിരുന്നോ? ഉപയോഗിച്ചു. ഡീപ് സീക്ക് പോലെ തന്നെ വേറൊരു ടൂളാണ് നമ്മുടെ ചാറ്റ് GPT എന്ന് പറഞ്ഞിട്ടൊരു സിമ്പിൾ ടൂൾ. ഇത് ഇറങ്ങിയിട്ട് കുറച്ച് കാലമായി, എന്നാലും ജസ്റ്റ് ഒന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. ഇപ്പൊ ഡീപ് സീക്ക് തന്നെ നോക്കാം നമുക്ക്. എല്ലാം സെയിം ആണേ, എല്ലാത്തിൻ്റെയും നമ്മുടെ പർപ്പസ് സെയിം തന്നെ. ഇതില് നമുക്ക് എഴുതാം ഗിവ് മീ SEO optimized meta title and meta description for my website about digital marketing services എന്ന് പറഞ്ഞു കൊടുത്തിട്ട് നമ്മൾ വെറുതെ ഒരു എൻ്റർ അങ്ങ് കൊടുക്കുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കണേ. ഉം. ഇതിൽ വേറൊരു കാര്യം എഡിറ്റ് കൊടുത്തിട്ട് ഗിവ് മീ SEO optimized meta title and meta description for my about page എന്ന് കൊടുക്കാം. For my about page on digital marketing service website എന്ന് പറഞ്ഞു കൊടുത്താൽ എന്താ വരുന്നതെന്ന് നോക്കാം. ഇതിലൊന്നും വരുന്നില്ല. അതെ, വരുന്നുണ്ട്. കുറച്ച് സ്ലോ ആണ്, എന്നാലും വരുന്നുണ്ട്. About us കണ്ടോ? യുവർ ട്രസ്റ്റഡ് പാർട്ട്ണർ ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ്. തൽക്കാലം ഇത് തന്നെ നമുക്ക് കോപ്പി ചെയ്ത് ഇതിലോട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബിസിനസിന്റെ പേരൊക്കെ വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ബിസിനസിന്റെ പേര് ജിൻഷ ഡിജിറ്റൽ ആണെങ്കിൽ നമുക്ക് ജിൻഷ ഡിജിറ്റൽ എന്ന് പറഞ്ഞ് കൊടുക്കാവുന്നതാണ്. പിന്നെ ലേൺ മോർ അബൌട്ട് അവർ ടീം മിഷൻ എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് നല്ലൊരു മെറ്റ ഡിസ്ക്രിപ്ഷൻ ഇവിടെ കിട്ടിയിരിക്കുന്നു. അതിനെ നമ്മൾ എന്ത് ചെയ്തു? ഇതിലോട്ട് നമ്മൾ ആഡ് ഓൺ ചെയ്ത് കൊടുക്കുന്നു. ഡിസ്കവർ ഹൗ വി ഹെൽപ്പ് ബിസിനസ് ടു ഗ്രോ ഓൺലൈൻ വിത്ത് ടൈലേർഡ് സ്ട്രാറ്റജീസ് ആൻഡ് പ്രൂവൺ റിസൾട്ട്. ഇതിപ്പോൾ ഓറഞ്ച് കളറായിട്ട് നിൽക്കുകയാണ് അല്ലേ? നമുക്ക് കണ്ടന്റ് ഓവർലോഡഡ് ആയി. അപ്പോൾ അത്രയും വേണ്ട, നമുക്ക് ആവശ്യത്തിന് എത്രയും അതിനൊന്ന് ഷോർട്ടാക്കി എടുക്കും. ലേൺ മോർ അബൌട്ട് അവർ ടീം. മോർ അബൌട്ട് അവർ ടീമിന് പകരം ലേൺ മോർ അബൌട്ട് അസ് എന്ന് കൊടുക്കാം. അസ് എല്ലാം വേണ്ട, അവർ ടീം തന്നെ കൊടുക്കാം. മിഷൻ ആൻഡ് എക്സ്പെർട്ടൈസ് ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ്. ഡിസ്കവർ ഹൗ വി ഹെൽപ്പ്. ഡിസ്കവർ ഹൗ വി ഹെൽപ്പ് വേണ്ട, വി ഹെൽപ്പ് ബിസിനസ് ഗ്രോ ഓൺലൈൻ വിത്ത് ടൈലേർഡ് സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ അതിനെ ഒന്ന് മീനിങ് ഫുൾ ആക്കിയും കൂടി എടുക്കുക കേട്ടോ. നമ്മുടെ ആ ടെക്സ്റ്റിനെ ഒന്ന് ഷോർട്ടാക്കി സിമ്പിളാക്കി. കണ്ടോ, ഇപ്പോൾ ഗ്രീൻ ആയി മാറി. ഇനി എന്ത് ചെയ്യണം ജിൻഷ? പറയാൻ പറ്റുമോ? സേവ് കൊടുക്കുക. യെസ്, കറക്റ്റ് അതിനുശേഷം തന്നെയാണ്. സേവ് SEO നമ്മൾ കൊടുക്കും. analytics നോക്കാം. ഇനിയാണ് എന്ത് ചെയ്യണ്ടേ? SEO analytics നോക്കുന്നത്. SEO അനാലിസിസ്. ഇതിൽ ഔട്ട്ബൗണ്ട് ലിങ്ക് കൊടുത്തു കഴിഞ്ഞു, ഇമേജ് ഒപ്റ്റിമൈസ് ചെയ്തു, ഇന്റേണൽ ലിങ്ക് കൊടുത്തു, മെറ്റാ ഡിസ്ക്രിപ്ഷൻ ലിങ്ക്. ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ ഫൈൻ. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് എന്തൊക്കെയാ കീ ഫ്രേസിന്റെ ലെങ്ത്, ഫോക്കസ് കീ ഫ്രേസ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാം. അതിപ്പോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് എന്ന് തന്നെ കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിന് സേവ് കൊടുക്കണേ. തൽക്കാലം അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇനിയിപ്പോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഫോക്കസ് കീ ഫ്രേസും SEO അനാലിസിസ് ഗ്രീനും ആയി. കണ്ടോ? നമ്മുടെ കീ ഫ്രേസിനെ സബ് ഹെഡിങ്ങിലും കൂടി
ആഡ് ഓൺ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇമേജിനകത്ത് ഒരെണ്ണം കീ ഫ്രേസ് കൊടുക്കുക, ടൈറ്റിലിൽ കൊടുക്കുക. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഓരോരോ ചെറിയ ചെറിയ കാര്യം കൂടി ചെയ്യുമ്പോഴേക്കും നമ്മുടെ വെബ്സൈറ്റിൻ്റെ SEO സ്കോറും കാര്യങ്ങളൊക്കെ പതുക്കെ പതുക്കെ കൂടിപ്പോകും. ആ ഇങ്ങനെ വന്നിട്ട് ഞാൻ ഈ ഇറസിന് നമ്മള് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് സേവ് ചെയ്തിട്ട് പിന്നീട് ഞാൻ ഈ പേജ് വന്നപ്പോഴാണ് എനിക്കിത് കാണാതായത്. അത് എന്തുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഏതാ? ഇങ്ങനെ നമ്മൾ സേവ് ചെയ്ത് കൊടുത്തിട്ട് പിന്നീട് നമ്മൾ അബൌട്ട് അസ് പേജ് വന്ന് എഡിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ഈ നമ്മൾ കൊടുത്ത കാര്യങ്ങളൊക്കെ കാണണ്ടേ? ആ അതെ. ആ അത് വന്നില്ല. അത് എന്തുകൊണ്ടാണെന്നായിരുന്നു ഞാൻ ചോദിച്ചത്. ഓക്കെ ഓക്കെ ഫൈൻ. ഇപ്പോൾ നമ്മൾ സേവ് ചെയ്തല്ലോ, സേവ് ചെയ്ത് നമ്മൾ ആ എക്സിറ്റ് ഓക്കെ. ആയി, നമ്മുടെ ഡാഷ്ബോർഡിലൊക്കെ വന്നു. ഇനി പോയി നോക്കുമ്പോൾ കാണുന്നില്ല എന്നല്ലേ പറയുന്നേ? എനിക്ക് കണ്ടില്ല. ഞാൻ രണ്ട് പ്രാവശ്യം ചെയ്തപ്പോൾ എനിക്ക് ശരിയായില്ല. കുഴപ്പമില്ല, നോക്കട്ടെ. എന്താണെങ്കിലും അതെന്താണാവോ അങ്ങനെയൊക്കെ ആവുമ്പോൾ. നമ്മൾ വീണ്ടും നമ്മുടെ എഡിറ്റ് തെൽമെൻറ്റോറിൽ വന്ന് നോക്കുമ്പോഴേക്കും ഇവിടെ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ കൊടുത്തതൊക്കെ ഇവിടെ ഉണ്ടല്ലോ. പക്ഷെ എനിക്ക് അന്നേരം വന്നില്ല. അതാ ഞാൻ ചോദിച്ചത്. മേ ബി ആ കറക്റ്റ് സമയത്ത് അവിടെ നെറ്റിന് എന്തെങ്കിലും പ്രശ്നം പറ്റിക്കാം. ചിലപ്പോ അങ്ങനെയായിരിക്കാം. അങ്ങനെ ഈ ആയിരിക്കും. ഉം, ഈ പ്ലഗിന്റെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാത്തത് അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ അങ്ങനെ എന്തെങ്കിലും വരും? ഇല്ലല്ലോ അല്ലെ? ഇല്ല, പ്ലഗിൻ അല്ല. അപ്ഡേഷൻ നമുക്ക് പ്രശ്നമില്ല. പ്ലഗിൻ ആ ഓക്കെയാണ്. പ്ലഗിൻസിന്റെ ആ സമയത്ത് വല്ല അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നോ? ഇല്ല, അപ്ഡേഷൻ എന്ന് പറയുന്നൊന്നും കാണിച്ചില്ല. അപ്പൊ ഞാൻ അങ്ങനെ ചോദിക്കുക, എന്തെങ്കിലും അങ്ങനത്തെ ഇഷ്യൂ ആണോ? ഓക്കെ ഓക്കെ. അത് എല്ലാം പ്രശ്നമൊന്നുമില്ല, എല്ലാം ഓക്കെ തന്നെയാണ്. ഓക്കെ. യെസ് യെസ്. ഇപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് കിടക്കാം. എല്ലാവരും റെഡിയാണെന്നുണ്ടെങ്കിൽ ആരാണ് സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യുക? ആർക്ക് വേണമെങ്കിലും മുന്നോട്ട് വരാം, സ്ക്രീൻ ഷെയറിങ് ചെയ്യാം. ഓക്കെ ഓക്കെ. അപ്പോൾ ജോമോൻ ഷെയർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഓൺ പേജ് SEO സ്ട്രാറ്റജീസ് ആയിരുന്നു ചെയ്തത്. അപ്പോൾ അതിനു മുമ്പ് ഡൗട്ട് ചോദിക്കട്ടെ? പറഞ്ഞോളൂ, എന്താ സുഹേറ? എല്ലാ പേജിലും നമ്മൾ സെയിം ഫോക്കസ് കീ ഫ്രേസ് ആണോ കൊടുക്കേണ്ടത്? അല്ല, അയ്യോ, എല്ലാ പേജിലും നമ്മൾ സെയിം ഫോക്കസ് കീ ഫ്രേസ് ഒരിക്കലും കൊടുക്കരുത്. പല പല ഫോക്കസ് കീ ഫ്രേസ് കൊടുക്കാം. അത് നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ നമ്മൾ ഡീപ് സീക്ക് കണ്ടില്ലേ, അതിൽ തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എബോട്ടസ് പേജിന് വേണ്ടിയിട്ട് ഒരു നല്ല ഫോക്കസ് കീ ഫ്രേസിനെ കിട്ടും. ഓരോ പേജിനനുസരിച്ചിട്ട് നമ്മൾ മാറ്റി കൊടുക്കണം. യെസ്, ഓരോ പേജിനനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഫോക്കസ് കീ മറ്റേ ഡീപ് സീക്ക് പോലെ തന്നെയാണ് ചാറ്റ് GPT പോലെ തന്നെയാണ് ജെമിനൈ. അതിൽ ചെറിയ ചെറിയ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് മാത്രം. ചാറ്റ് GPT നമ്മള് ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ എക്സാമിന് ചെയ്തിട്ടുണ്ട്. കോപ്പി അടിക്കാനൊക്കെ അതാണ് ഉപയോഗിച്ചത് അല്ലേ? ചെറിയതായിട്ട്. അത് ശരി. എപ്പോഴാ പരീക്ഷകളൊക്കെ ഉണ്ടായിരുന്നത്? അയ്യോ, അങ്ങനെയല്ല. ഞാനായിട്ട് ഉപയോഗിച്ചതല്ല, വേറൊരാൾ പറഞ്ഞതാണ്. ചാറ്റ് GPT നമുക്ക് അപ്പൊ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ തന്നപ്പോ ചാറ്റ് GPT ചെയ്ത് നോക്കിയത്. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ചാറ്റ് GPT-യിൽ കേട്ടില്ല. നമുക്ക് ശരിക്കുള്ള എക്സാം നമുക്ക് കമ്പ്യൂട്ടറിലായിരുന്നു, സിസ്റ്റത്തിലായിരുന്നു. അപ്പൊ ചെയ്യാൻ പറ്റില്ലല്ലോ. അതെ, അങ്ങനെ ഒരു ചെറിയ പ്രോബ്ലം. അങ്ങനെയൊന്നുമില്ല, എല്ലായിടത്തും എല്ലാം ചെയ്യാൻ പറ്റും. എല്ലാത്തിനും ഒരു വഴിയുണ്ടെന്നേ, അത് നമ്മൾ തന്നെ കണ്ടെത്തുക. ചാറ്റ് GPT ഞാൻ യൂസ് ചെയ്തത് അതിനു വേണ്ടിട്ടാ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസർ കറക്റ്റ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിട്ട്. ഓക്കെ നൈസ്. അപ്പോൾ അത് നല്ലതാണ്. അത് മാത്രമല്ല, നമുക്ക് അത് വെച്ച് പല പല ഉപയോഗങ്ങളുണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. എന്തായാലും നമുക്ക് കണ്ടന്റ് റൈറ്റിങ്ങിന്റെ ഒരു ടോപ്പിക് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. ആ സമയത്ത് നമുക്കിതിനെ ഒന്ന് ഡീപ്പറായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഒരു ഐഡിയ കിട്ടും.
പിന്നെ ജെമിനായി എന്ന് പറഞ്ഞിട്ടുള്ള ടൂൾ ഉണ്ട്. ജെമിനായി നമ്മുടെ സ്വന്തം ഗൂഗിളിൻ്റെ തന്നെയാണ്. അപ്പോൾ അതിനകത്തും കുറേ നല്ല നല്ല ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. അതും നമുക്ക് എന്തായാലും ഡിസ്കസ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി SEO എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഡെഡിക്കേറ്റഡ് ആവണം. അതിന് വേണ്ടി തന്നെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടും വരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. ഇപ്പോൾ ജോമോൻ നമ്മുടെ സ്ക്രീൻ ഷെയർ ചെയ്തിരിക്കുകയാണ്. ടെക്നിക്കൽ SEO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആർക്കാ പറയാൻ പറ്റുക? ടെക്നിക്കൽ SEO നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ വെബ്സൈറ്റിനെ ഗൂഗിൾ സെർച്ച് കൺസോൾ ആയിട്ട് കണക്ട് ചെയ്ത് കൊടുത്ത ഓർക്കുന്നുണ്ടോ? യെസ്. അപ്പോൾ അതിൽ നമ്മൾ എന്തൊക്കെയാണ് നമുക്ക് കിട്ടിയത് ഗൂഗിൾ സെർച്ച് കൺസോളിനകത്ത്? ഗൂഗിൾ ഗൂഗിൾ സെർച്ച് കൺസോളിൽ നമ്മളെ വെബ്സൈറ്റിന്റെ ലിങ്കുമായിട്ട് ഇൻഡെക്സിങ് ചെയ്യല്ലായിരുന്നു. ആ, ഇൻഡെക്സിങ് ചെയ്തു അല്ലേ? അതേപോലെ തന്നെ നമുക്ക് അതിനകത്ത് തന്നെ പെർഫോമൻസ് അനലൈസ് ചെയ്യാൻ പറ്റി. അതെ അതെ. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പേജ് സ്പീഡ് ഇൻസൈറ്റ്സ് നമ്മുടെ മൊബൈലിനകത്തും അതേപോലെ തന്നെ നമ്മുടെ ഇതിനകത്തും എന്താണ് ഡെസ്ക്ടോപ്പിനകത്തുള്ള കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ അങ്ങനത്തെ ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റി. ഓക്കെ, ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയല്ലോ. അപ്പോൾ ആ ഒരു സ്റ്റെപ്പിനകത്ത് എറേഴ്സിനെയൊക്കെ കണ്ട് അതിനെയൊക്കെ ട്രബിൾ ഷൂട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെയാണ് ഈ ടെക്നിക്കൽ SEO എന്ന് പറയാം. നമ്മുടെ വെബ്സൈറ്റിനെ സെർച്ച് കൺസോൾ ആയിട്ട് കണക്ട് ചെയ്ത് ഗൂഗിളിൻ്റെ സെർച്ച് കൺസോൾ ആയിട്ട് കണക്ട് ചെയ്ത് അതിനകത്ത് വരുന്ന പെർഫോമൻസ് ഒക്കെ അനലൈസ് ചെയ്ത് അതിനെ ഇമ്പ്രൂവ് ചെയ്യുന്ന കുറേ ടെക്നിക്കൽ സ്ട്രാറ്റജീസ് ആണ് വരുന്നത്. അതിന് തന്നെയാണ് ഈ ടെക്നിക്കൽ SEO എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ചെറിയ ഐഡിയ കിട്ടി. പിന്നെ അതേപോലെ തന്നെ ഗൂഗിളിൻ്റെ തന്നെ അൽഗോരിതത്തിൻ്റെ കാര്യങ്ങൾ എല്ലാവർക്കും ഒന്ന് വായിച്ചൊക്കെ നോക്കാൻ പറ്റിയോ? ആ, ജിൻഷ. എല്ലാം ഒന്നും വായിച്ചില്ല കുറച്ചു. ആ, എന്തൊക്കെയാ വായിച്ചു നോക്കിയത്? ആദ്യത്തെ ആ ഫ്ലോറിഡ അതിനെ പറ്റി. ഓക്കെ ഓക്കെ, ഗൂഗിളിൻ്റെ തന്നെ അൽഗോരിതം ഫ്ലോറിഡ. പിന്നെ ഫ്ലോറിഡ. ആദ്യം അതിൻ്റെ പേരൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് വെക്കുക. പിന്നെ പതുക്കെ അതിനകത്ത് എന്താണ് ഏറ്റവും മെയിനായിട്ട് വരുന്ന കാര്യങ്ങൾ അതിനെ നോക്കുക. അപ്പോൾ എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യാൻ പാടില്ല അതിനെ പറ്റിയിട്ടുള്ള കുറച്ച് സ്ട്രാറ്റജീസ് ആണ് നമ്മുടെ ഈ ഗൂഗിളിൻ്റെ അൽഗോരിതം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇന്ന സംഭവങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ വെബ്സൈറ്റ് റാങ്ക് ചെയ്യുള്ളൂ. അതും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ ഓക്കെ, ഫൈൻ. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് പതുക്കനെ ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറയുമ്പോൾ ഡയറക്റ്റായിട്ട് ഓഫ് പേജ് SEOയിലേക്ക് കിടക്കാം. എല്ലാവരും പുതിയൊരു ടാബിലേക്ക് വരിക. അപ്പോൾ ഒരു കാര്യം ചെയ്യാം. ഇത് google.com തന്നെ സെർച്ച് ചെയ്തോളൂ കേട്ടോ, ജോമോൻ.
നമ്മളിന്ന് നോക്കാൻ പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് പേജ് SEO നമ്മുടെ വെബ്സൈറ്റിന്റെ പുറത്ത് ചെയ്യുന്ന കുറച്ച് ഒപ്റ്റിമൈസേഷൻ ആണ്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ്, അതിന്റെ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ എല്ലാവരും ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് വെക്കുക. PADA ചെക്കർ എന്ന് പറഞ്ഞൊന്ന് സെർച്ച് ചെയ്തോളൂ. PADA ചെക്കർ. PADA ചെക്കർ കഴിഞ്ഞിട്ട് എൻ്റർ കൊടുത്തോളൂ, സെർച്ച് ചെയ്തോളൂ. ഫസ്റ്റ് തന്നെ നമുക്ക് കാണാം കുറേ സൈറ്റുകൾ കിട്ടി അല്ലേ. അപ്പോൾ ആദ്യത്തെ സൈറ്റ് തന്നെ എടുത്തോളൂ, വെബ്സൈറ്റ് SEO ചെക്കർ. അതിനെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഫസ്റ്റ് തിങ് യെസ് ശീതൾ പറഞ്ഞു. അല്ല, കറങ്ങിക്കൊണ്ടിരിക്കുന്നുള്ളൂ, അത് ഇപ്പോഴാണ് വന്നത്. ഓക്കെ. ഓക്കെ. അല്ല, ഏതാണ് സെലക്ട് ചെയ്യാനുള്ളത്? അതിൽ വെബ്സൈറ്റ് SEOchecker.com എന്ന് പറഞ്ഞ കണ്ടോ? അത് ചെയ്തു. ആ വെബ്സൈറ്റ്. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് കണ്ടോ, എൻ്റർ യുവർ ഡൊമൈൻ ഓർ URL എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു വെബ്സൈറ്റിൻ്റെ URL ആഡ് ഓൺ ചെയ്ത് കൊടുക്കണം. അതിനു മുമ്പ് നമുക്കൊരു കാര്യം ചെയ്യാം. എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് ലിങ്കിങ് എന്ന് പറയും. നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലിങ്കിനെ വേറൊരു വെബ്സൈറ്റിൽ ആഡ് ഓൺ ചെയ്ത് കൊടുക്കുന്ന ഒരു സ്ട്രാറ്റജി. അപ്പോൾ അങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിനു മുമ്പ് പുതിയൊരു ടാബിൽ നമുക്ക് ഇഷ്ടംമാതിരി സൈറ്റിൻ്റെ ലിസ്റ്റ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഈ ലിസ്റ്റ് എടുക്കുന്നതിന് മുമ്പ് വേറൊരു കാര്യം കൂടി മനസ്സിലാക്കുക. നമ്മൾ ഇപ്പോൾ ഒരു വെബ്സൈറ്റിൽ ബാക്ക് ലിങ്ക് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ആഡ് ഓൺ ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ പേജ് അതോറിറ്റി PA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേജ് അതോറിറ്റി എന്ന് പറയും. അതേപോലെ തന്നെ DA ഡൊമെയിൻ അതോറിറ്റി, അത് രണ്ടും മോർ ദാൻ 40+ ആയിരിക്കണം. മോർ ദാൻ 40 ആയിരിക്കണം. അതൊന്ന് എഴുതിക്കോളും. അതേപോലെ തന്നെ സ്പാം സ്കോർ എന്ന് പറഞ്ഞിട്ട് SS എന്ന് പറയും. സ്പാം സ്കോർ അത് ലെസ് ദാൻ 10% ആയിരിക്കണം. എന്തൊക്കെയാണ് സുഹൈറ നമ്മളിപ്പോൾ പറഞ്ഞത്? നമ്മളിപ്പോ പറഞ്ഞത് PA പേജ് അതോറിറ്റി, അതുപോലെ തന്നെ DA ഡൊമൈൻ അതോറിറ്റി. അത് മോർ ദാൻ 40% ആയിരിക്കണം. അതെ, കറക്റ്റ് ആണ്. സ്കോർ ലെസ് ദാൻ 10%. ഓക്കെ, വെരി ഗുഡ്. കിട്ടിയല്ലോ എല്ലാവർക്കും. ശീതൾ ഓക്കെ ആണല്ലോ? അതെ. ജിൻഷ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ജോമോൻ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കിതൊക്കെ എവിടെ നിന്ന് കിട്ടും, എങ്ങനെ കിട്ടും? ഈ PADA ചെക്കർ എന്ന് പറഞ്ഞിട്ട് നൂറുകണക്കിന് സൈറ്റിന്റെ ലിസ്റ്റ് കണ്ടായിരുന്നു. നമ്മൾ ആദ്യത്തെ സൈറ്റ് എടുത്തു എന്ന് മാത്രം കേട്ടോ. അതിന്റെ താഴെയുള്ള സൈറ്റുകളും നമുക്ക് എടുക്കാം. എന്തെങ്കിലും ഒരു സൈറ്റിൽ നിന്ന് നമുക്ക് നമ്മുടെ കാര്യം കിട്ടിയാൽ മതി. ഡൊമൈൻ അതോറിറ്റി, പേജ് അതോറിറ്റി ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ഒരു ടൂൾ കിട്ടിയാൽ മാത്രം മതി. അത് റെഡി ആയിപ്പോകും. ഓക്കെ. അപ്പോൾ പുതിയൊരു ടാബിലേക്ക് വരിക എല്ലാവരും. ജസ്റ്റ് ഒന്ന് പുതിയ ടാബ് എടുത്തോളൂ. അതിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യാം.
അതിൽ ജോമോൻ എപ്പോഴും google.com എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തു. പുതിയ ടാബ് എടുക്കുമ്പോൾ അപ്പം തന്നെ google.com എടുത്തു. അല്ലാന്നുണ്ടെങ്കിൽ ജോമോൻ മറ്റേ ഗൂഗിൾ ക്രോം എടുത്തിട്ട് നോക്കിയാലും നന്നായിരിക്കും. ആ ഓക്കെ ഫൈൻ. അല്ലെങ്കിൽ ഇതിനകത്ത് നമ്മൾ സെർച്ച് എഞ്ചിനിന് പോയി കാര്യങ്ങളൊക്കെ മാറ്റി കൊടുക്കേണ്ടി വരും. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ തൽക്കാലം ഒരു കാര്യം ചെയ്യാം. എല്ലാവരും സെർച്ച് ചെയ്യുക 1000+ ഡു ഫോളോ ബാക്ക്ലിങ്ക് വെബ്സൈറ്റ് ലിസ്റ്റ്. അല്ല 1000 നമ്പർ കൊടുത്താൽ മതിയേ. 1000+ ഒരു പ്ലസ് സിമ്പിൾ കൊടുത്താൽ മതി, അല്ലെങ്കിൽ പ്ലസ് എന്ന് എഴുതിക്കോളൂ. ഡു ഫോളോ ബാക്ക്ലിങ്ക് വെബ്സൈറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. ലിസ്റ്റ്. ലിസ്റ്റ് എന്നാണ്. വെബ്സൈറ്റ് ലിസ്റ്റ് എന്നല്ലേ സാറേ? അതെ. എൻ്റർ കൊടുത്തോളൂ. അതിനെ ക്ലോസ് ചെയ്യാം. ആ അപ്പൊ ഇതിനകത്ത് സ്പോൺസേർഡ് എന്ന് പറഞ്ഞ് എഴുതിയേക്കണൊക്കെ വേണ്ട. താഴോട്ട് വരിക, താഴോട്ട് വരിക. 1000+ ഡയറക്ടറി സബ്മിഷൻ സൈറ്റിന്റെ ലിസ്റ്റ്. അങ്ങനെ ഒരു ഇഷ്ടം മാതിരി സൈറ്റ്സിന്റെ ലിസ്റ്റ് നമുക്ക് കാണാം. ഓക്കെ, തൽക്കാലം വേറൊരു പേരും കൂടി കൊടുക്കാം. മറ്റേ ഈ 1000+ ഡു ഫോളോ ബാക്ക്ലിങ്ക് വെബ്സൈറ്റ് ലിസ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് അതിന്റെ കൂടെ തന്നെ എഴുതിക്കോളൂ 360 മറാഠി എന്ന് പറഞ്ഞു കൊടുത്തു. കാരണം അതിനകത്ത് നമുക്കൊരു 1000-ഓളം മറാഠി.
എൻ്റർ കൊടുക്കുക. ആദ്യത്തെ ലിസ്റ്റ് നമുക്ക് കാണാം. എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? അതൊന്ന് സെലക്ട് ചെയ്തേ ജോമോൻ. എന്നിട്ട് ഒരു കാര്യം ചെയ്യുക, അതിൻ്റെ ആ ലിങ്ക് കോപ്പി ചെയ്ത് നമ്മുടെ ചാറ്റിലോട്ടൊന്ന് ഇട്ടോളൂ. ആരെങ്കിലും ഒരാളൊന്ന് ഇട്ടാൽ മതി. ജോമോൻ ഇടണ്ട. ശീതളിന് കിട്ടിയോ? ജിൻഷയ്ക്ക് കിട്ടിയോ? സുഹേറ? കിട്ടി. പതുക്കെ താഴോട്ട് വരിക. അതിനെ ക്ലോസ് ചെയ്ത് പതുക്കെ നഹി എന്ന് പറഞ്ഞു കൊടുക്കാം അവിടെ സെന്ററിൽ. ഓക്കെ. ആ റൈറ്റ് സൈഡിൽ ക്ലോസ് എന്ന് പറഞ്ഞു കൊടുത്തോളൂ. ക്ലോസ്. അതൊക്കെ താഴോട്ട് വരൂ. താഴോട്ട് വന്നോളൂ. ആദ്യം നമുക്ക് അവിടെ വെബ്സൈറ്റിന്റെ ലിസ്റ്റ് കാണാൻ പറ്റും. ഇതിനകത്ത് വെബ്സൈറ്റിന് ഫസ്റ്റ് തന്നെ reddit.com ഉണ്ട്. അതിന് അലക്സ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം എല്ലാത്തിനും ഓരോ റാങ്ക് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ reddit.comന്റെ ലിങ്ക് ഉണ്ട്. അതേപോലെ twitter.com ഉണ്ട്, ടംബ്ലർ ഉണ്ട്, പിൻട്രസ്റ്റ് ഉണ്ട്, പ്ലർക്ക്, അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു ആയിരക്കണക്കിന് വെബ്സൈറ്റിന്റെ ലിസ്റ്റാണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, നമുക്ക് എന്തൊക്കെയാണെങ്കിലും തൽക്കാലം ട്വിറ്ററിനെ എടുക്കുക. twitter.com എന്ന് പറഞ്ഞതിനെ കോപ്പി ചെയ്തോളൂ. നമുക്കിപ്പോൾ റെഡിറ്റ് എല്ലാവർക്കും ചിലപ്പോൾ കിട്ടണമെന്നില്ല. റെഡിറ്റ് പിന്നീട് എടുത്ത് നോക്കിയാലും കുഴപ്പമില്ല. ഓക്കെ. എല്ലാവരും ട്വിറ്റർ എടുത്തോ? ട്വിറ്റർ കോപ്പി ചെയ്തോ? യെസ് സർ. എന്നിട്ട് തിരിച്ച് DAPA ചെക്കറിലേക്ക് വരിക. എല്ലാവരും DAPA ചെക്കർ എടുക്കുക. അതിൽ നമ്മുടെ ആ ലിങ്ക് പേസ്റ്റ് ചെയ്തിട്ട് എൻ്റെ URL ഓഫ് ഡൊമൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതിനെ ഒന്ന് പേസ്റ്റ് ചെയ്തോളൂ. എല്ലാവരും ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട്. ഓക്കെ. ഓക്കെ. എന്നിട്ട് ചെക്ക് DAP ആണോ കൊടുക്കേണ്ടത്? അവിടെ I am not a robot എന്ന് പറഞ്ഞു കൊടുക്കുക. അത് ചെയ്തു. എന്നിട്ട് ചെക്ക് DAPA കൊടുത്തോളൂ. എല്ലാവരും ചെയ്യുക. എന്തൊക്കെയാ എഴുതിയേക്കണേ? എന്താ വന്നേക്കുന്നേ? ഡൊമൈൻ അതോറിറ്റി എത്രയുണ്ട്? 95. പേജ് അതോറിറ്റി എത്രയാ വന്നിരിക്കുന്നത്? 100. സ്പാം സ്കോർ എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കുക. ഉണ്ട്. 33%. 33%. 33. കണ്ടോ? അപ്പോൾ നമുക്ക് ഇതിൽ ബാക്ക് ലിങ്ക് ചെയ്യാൻ പാടുവോ? പറ്റും. സ്പാം പറ്റത്തില്ല. പറ്റില്ല. Less than 10 ആണ്. Less than 10 ആണ്. യെസ് ലെസ് ദാൻ 10 തന്നെ വേണം. ബട്ട് ഇൻഡയറക്ട്ലി പറയാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരു വഴിയില്ലെങ്കിൽ തൽക്കാലം ഒക്കെ നമുക്കിതിൽ ബാക്ക് ലിങ്ക് ചെയ്യാം. അതുമല്ല, നമുക്ക് ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ട്രാഫിക് കിട്ടണം, സൈറ്റിനെ റാങ്ക് ചെയ്യണം.
സ്പാം സ്കോർ കൂടിയ സൈറ്റിൽ പോയി ബാക്ക് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരേ ഒരു പ്രോബ്ലം നമ്മുടെ വെബ്സൈറ്റിന്റെ സ്പാം സ്കോറും കൂടും. ബട്ട് ഇൻഡയറക്ട്ലി പറയുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ജസ്റ്റ് നമ്മുടെ വെബ്സൈറ്റിനെ ഒന്ന് ബാക്ക് ലിങ്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കൂടി നോക്കാം. ഓക്കെ, ശരിക്കും ഇത് ചെയ്യാൻ പാടില്ല, ബട്ട് നമുക്കിപ്പോൾ തൽക്കാലം ചെയ്ത് നോക്കാം എക്സാമ്പിളായിട്ട്. അപ്പോൾ പുതിയ ടാബിലേക്ക് വരും. എല്ലാവരും പുതിയ ടാബിലേക്ക് വരിക. ജോമോൻ google.com എടുത്തിട്ട് എടുത്തോളൂ. ഇവിടെ തന്നെ റൈറ്റ് സൈഡിൽ നമ്മുടെ 9 കുത്ത് സെലക്ട് ചെയ്യുക. അവിടെ പതുക്കെ താഴേക്ക് വരിക. റൈറ്റ് സൈഡിൽ ഷീറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ? അതിനെ സെലക്ട് ചെയ്തിട്ട് നമുക്കിപ്പോൾ തൽക്കാലം ഗൂഗിൾ ഷീറ്റിലേക്ക് വരാം. എല്ലാവരും ഗൂഗിൾ ഷീറ്റ്സ് എടുക്കുക. എല്ലാവർക്കും ഗൂഗിൾ ഷീറ്റ് എടുക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്യുക, പറയുക. ഓക്കെ, ഏറ്റവും മേളിൽ ബ്ലാങ്ക് സ്പ്രെഡ്ഷീറ്റ് എന്ന് പറഞ്ഞുണ്ടോ? സെലക്ട് ചെയ്യണം. ബ്ലാങ്ക് സ്പ്രെഡ്ഷീറ്റ് എടുത്തോ. ഏറ്റവും മേളിൽ എഴുതുക SI SINO എന്ന് പറഞ്ഞു കൊടുക്കുക. SINO സീരിയൽ നമ്പർ അവിടെ അല്ല എന്റെ താഴെ ക്യാപിറ്റൽ ആണോ? ക്യാപിറ്റൽ കൊടുത്തോ. സാറേ ഇവിടെ ആണോ? കണ്ടോ? എവിടെയാ? യെസ്. അതിന്റെ താഴെ നോക്കൂ. അതിന്റെ താഴെ 1 കണ്ടോ? 1ന്റെ കോളത്തിന്റെ അവിടെ തന്നെ, അതിന്റെ തൊട്ട് താഴെ അത് തന്നെ. അവിടെ SINO എന്ന് പറഞ്ഞു കൊടുത്തോളൂ. SI നമ്പർ, സീരിയൽ നമ്പർ എന്ന് പറഞ്ഞു കൊടുക്കാം. S മാത്രം വേണമെങ്കിൽ ക്യാപിറ്റലൊക്കെ കൊടുക്കാൻ.
ഓക്കെ, അടുത്തത് എഴുതുക വെബ്സൈറ്റ്. എവിടെ ബിയിലല്ലേ? ബിയിൽ എഴുതിക്കോളൂ, വെബ്സൈറ്റ് എന്ന് പറഞ്ഞ് എഴുതുക. പിന്നെ അടുത്തത് നമുക്ക് PA എന്ന് പറഞ്ഞു കൊടുക്കാം. എന്താണ് PA? പേജ് അതോറിറ്റി. പേജ് അതോറിറ്റി. ഓക്കെ ഓക്കെ. അതേപോലെ തന്നെ DA എന്ന് പറയുമ്പോഴും അടുത്തത് അതിന്റെ അപ്പുറത്ത് DA എന്ന് പറയും. ഡൊമൈൻ അതോറിറ്റി. ഡൊമൈൻ അതോറിറ്റി. പിന്നെ അതേപോലെ തന്നെ സ്പാം സ്കോർ. അടുത്തത് റിമാർക്ക് എന്ന് പറഞ്ഞ, റിമാർക്ക് അല്ല, കീവേഡ്സ്. കീവേഡ് എന്ന് പറഞ്ഞു കൊടുക്കാം. അത് കഴിഞ്ഞ് അതിനപ്പുറത്ത് റിമാർക്ക് എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ ഓക്കെ ഫൈൻ. അപ്പോൾ ഫോർ ദ ടൈം ബീങ് ലെഫ്റ്റ് സൈഡിൽ SI നമ്പറിന്റെ തൊട്ട് താഴെ നമ്മൾ എന്ത് കൊടുക്കുന്നു? 1 എന്ന് പറഞ്ഞു കൊടുക്കുക. ജസ്റ്റ് ഒരു നമ്പർ കൊടുക്കുക, SI നമ്പർ 1. അതിൻ്റെ അപ്പുറത്ത് വെബ്സൈറ്റ്. ഇപ്പൊ നമ്മൾ ഏതാ വെബ്സൈറ്റ് എടുത്തേ? അതിനെ എവിടെ പേസ്റ്റ് ചെയ്യാം? ട്വിറ്റർ. അതിനെ ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിന്റെ PA എത്രയാ PA വന്നിരിക്കുന്നത് നമ്മൾ ചെക്ക് ചെയ്തപ്പോ? ആർക്കാ ഒന്ന് പറയാൻ പറ്റുക? 100. എന്നാ എഴുതിക്കോളൂ, 100 എന്ന് പറഞ്ഞ് എഴുതുക. PAന്റെ താഴെ DA എത്രയാ വന്നേ നമ്മൾ നേരത്തെ ചെക്ക് ചെയ്തപ്പോ? 95. ഓക്കെ, എഴുതിക്കോളൂ 95. അടുത്തത് എന്താണ്? സ്പാം സ്കോർ 33. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ 33 സ്പാം സ്കോർ കുറച്ച് കൂടുതലൊക്കെ തന്നെയാണ്, ബട്ട് കുഴപ്പമില്ല. നമ്മളിപ്പോൾ ജസ്റ്റ് ബാക്ക് ലിങ്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. പിന്നെ കീവേഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ മെയിൻ ഫോക്കസ് കീ ഫ്രേസ് എന്താണ്? ഫോക്കസ് കീവേഡ് എന്താണ് ബിസിനസ്സിനെ റിലേറ്റ് ചെയ്തുകൊണ്ട്? ഡിജിറ്റൽ മാർക്കറ്റ്. യെസ് കറക്റ്റ് തന്നെയാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ്. ഓക്കെ. ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ്. റിമാർക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ബാക്ക് ലിങ്ക് ചെയ്തോ ഇല്ലയോ, എന്തെങ്കിലും വേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് വേണമെങ്കിൽ എഴുതാൻ വേണ്ടിയിട്ടാണ് ഈ റിമാർക്ക്. അപ്പോൾ ആ Fന്റെയും Gന്റെയും അവിടെ ഒരു വര കണ്ടോ? അതിനെ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക ജോമോൻ. അങ്ങനെയല്ല, അത് തന്നെ, ഇപ്പൊ ചെയ്തോളൂ. ഡബിൾ ക്ലിക്ക് ആയില്ല. ഒന്നും കൂടി ഒന്ന് ഡബിൾ ക്ലിക്ക്, ഒന്ന് പുറത്ത് ക്ലിക്ക് ചെയ്തിട്ടേ, ഒന്ന് പുറത്ത് എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇനി ഒന്ന് ചെയ്യൂ. ഓക്കെ ഫൈൻ. അങ്ങനെ തന്നെ വേണമെങ്കിൽ Bന്റെ Cന്റെ അവിടെ കൊടുക്കുക, Cന്റെയും Dന്റെയും കൊടുക്കുക. അങ്ങനെ പല പല സ്ഥലങ്ങളിൽ നമുക്ക് കൊടുക്കാം. അത് ചെയ്തോളൂ.
ആഡ് ഓൺ ചെയ്യാം. അപ്പോൾ ഇത് ഒറ്റ വെബ്സൈറ്റിന്റെയാണ്. ഇങ്ങനെ നമ്മളൊരു 10,000 വെബ്സൈറ്റിന്റെ PID ഒക്കെ നമുക്ക് ചെക്ക് ചെയ്ത് ഇതേപോലത്തെ റിപ്പോർട്ട്സ് ഒക്കെ ആക്കി മാറ്റാം കേട്ടോ. ഓക്കെ ഫൈൻ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പുതിയ ടാബിലേക്ക് വരാം. twitter.com എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യാം. എടുത്തോളൂ, പുതിയൊരു ടാബിലേക്ക് വരിക. അവിടെ twitter.com എടുക്കുക. എല്ലാവരും അതിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. എല്ലാവരും സൈൻ ഇൻ വിത്ത് ഗൂഗിൾ കൊടുത്തോളൂ. സൈൻ അപ്പ് വിത്ത് ഗൂഗിൾ. ട്വിറ്ററിന്റെ ഇപ്പോഴത്തെ പേര് എക്സ് ആണ്, x.com. നമ്മുടെ സ്വന്തം എലോൺ മസ്കിന്റെ പ്ലാറ്റ്ഫോമും കൂടിയാണ്. പുള്ളി അത് $42 മില്യൺ വാങ്ങിച്ചത്. അപ്പോൾ അങ്ങനെയൊക്കെ പല പല കാര്യങ്ങളുണ്ട്. പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാം കേട്ടോ. ഇതേപോലെ നിങ്ങൾക്കൊരു $42 മില്യൺ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ തിരിച്ച് ഇതേപോലെ എലോൺ മസ്കിന്റെ ഒന്നും വാങ്ങിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ 42 വലിയ വലിയ മില്യൺ അഡ്വാൻറ്റേജ്. പണി നിർത്തി വീട്ടിൽ. എന്താണ്? 42 മില്യൺ കയ്യിലുണ്ടായിരുന്ന പണി നിർത്തി നാട്ടിൽ പോയി. അതെ അതെ അതെ, ഒറ്റയടിക്ക് അതെ. ട്വിറ്ററൊക്കെ വാങ്ങിച്ച് അടിപൊളിയാക്കി മാറ്റാം. സാർ സൈനപ്പ് വിത്ത് ഗൂഗിൾ അങ്ങനെ ചെയ്ത് കൊടുക്കാം അല്ലേ? ഏ ആൾറെഡി അക്കൗണ്ട് ഉണ്ടെങ്കിൽ സൈൻ ഇൻ ചെയ്താൽ പോരെ? ഓൾറെഡി അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് സൈൻ ഇൻ ചെയ്യാം. എനിക്ക് പാസ്വേഡ് മറന്നു, അതുകൊണ്ട് ഞാൻ ഗൂഗിളിൽ ചെയ്താ. യെസ് പ്ലീസ്. അത് ഒന്ന് ചെക്ക് ചെയ്തോളൂ. ജോമോനെ ഇവിടെ വയസ്സറിയിക്കും. ഇപ്പൊ ജോമോന്റെ ഏജ് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ വേണമെങ്കിൽ അത് കുറച്ചിട്ടോളൂ. എന്തിനാ സാർ? വേണ്ട അല്ലേ? ഓക്കെ. ഏജ് ജസ്റ്റ് നമ്പറാ. കറക്റ്റ്. ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ. നമ്മുടെ മൈൻഡ് ആണല്ല. അപ്പോൾ മൈൻഡ് എപ്പോഴും സ്ട്രോങ് ആൻഡ് യങ് ആക്കി വെക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അതാണല്ലോ വേണ്ടത്. അപ്പോൾ എല്ലാവരും സൈനപ്പ് ചെയ്യുക. നമ്മുടെ സ്വന്തം ഒരു യൂസർ നെയിം കൊടുത്തോളൂ, ഇഷ്ടമുള്ള യൂസർ നെയിം. ഓൾറെഡി അതിനകത്ത് ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ, അല്ലെങ്കിൽ അതിനെ സ്കിപ്പ് കൊടുക്കാം. അതിൽ നോട്ടിഫിക്കേഷൻ വേണമെങ്കിൽ അലോ ചെയ്ത് കൊടുക്കാം. അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ അതിനെ സ്കിപ്പ് കൊടുത്തോ. ഒരു 2-3 പോയിന്റ്സ് സെലക്ട് ചെയ്യാം. എന്നിട്ട് നെക്സ്റ്റ് കൊടുത്തോ. ആനിമേഷൻ ആൻഡ് കോമിക്സ് അതും വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുത്തോ. അത് ഒരെണ്ണം മതി. ഇനി നെക്സ്റ്റ് കൊടുത്തോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, സോ നമ്മൾ x.comലേക്ക് വന്നിരിക്കുന്നു. എല്ലാവർക്കും x.comലേക്ക് എത്താൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. യെസ് സർ. Yes, sir. ഓക്കെ.
സാർ കണ്ടിന്യൂസ് ജൂം അല്ലേ? യെസ്, കണ്ടിന്യൂസ് ജോമോൻ കൊടുത്തോളൂ. ഓക്കെ ഓക്കെ, എല്ലാവർക്കും നമ്മുടെ എക്സിലോട്ട് വരാൻ പറ്റിയോ? പറ്റി. ആർക്കെങ്കിലും പറ്റാത്തതായിട്ടുണ്ടോ? ഓക്കെ, എല്ലാവർക്കും പറ്റിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയൊരു ടാബിലേക്ക് വരിക. എല്ലാവരും ചാറ്റ് GPT എടുക്കുക. നമ്മൾ ഡീപ്സീക്ക് എടുത്ത പോലെ തന്നെ ഒരു ടൂളാണ് ചാറ്റ് GPT. നമുക്ക് അവിടെ സെർച്ച് ചെയ്യാം. ആദ്യം കാണുന്ന റിസൾട്ടിൽ സെലക്ട് ചെയ്യുക. ഇൻട്രൊഡ്യൂസ് അല്ലേ സാർ? യെസ്, അത് തന്നെ. അതൊന്ന് സെലക്ട് ചെയ്തോളൂ. ലോഗിൻ കൊടുത്തോളൂ. എനിക്ക് ലോഗിൻ ആണ്, സൈനപ്പ് അല്ലേ ഞാൻ ചെയ്യാനുള്ള? പുതിയതായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സൈനപ്പ് ചെയ്യാം. കുഴപ്പമില്ല ജോമൻ, അവിടെ സാർ ഇതൊന്നും എനിക്കില്ല കേട്ടോ, ചാറ്റ് GPT. ഒരു കാര്യം ചെയ്യാം, ഒന്ന് ബാക്ക് എടുത്തിട്ടേ. അല്ല, ലെഫ്റ്റ് സൈഡിൽ ചാറ്റ് GPT എന്ന് പറഞ്ഞുണ്ടോ? ലെഫ്റ്റ്, അതെ, അവിടെ തന്നെ ലോഗിൻ്റെ താഴെ ഉണ്ടായിരുന്നു. ലെഫ്റ്റ് സൈഡിൽ ചാറ്റ് GPT സെലക്ട് ചെയ്തോളൂ. റൈറ്റ് സൈഡിലും ചാറ്റ് GPT ഉണ്ട്. ഇതിൽ സൈനപ്പ് കൊടുത്തോളൂ. ഓക്കെ, എല്ലാവരും കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ കൊടുക്കുക. വേറെ റിസർച്ച് സേഫ്റ്റി ചാറ്റ് GPT അതാണോ ചാറ്റ് GPT ഓപ്പൺ ചെയ്യണ്ടേ? ഇതാണ് നമ്മള് ചാറ്റ് GPT ഓപ്പൺ ചെയ്ത് ഇൻട്രൊഡ്യൂസ് ആ ഒരു സൈറ്റിലോട്ട് വന്നപ്പോഴേ അതെ. നമുക്ക് ഓപ്പൺ എന്ന് പറഞ്ഞിട്ട് ഒരു യെസ്, അതിന്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ചാറ്റ് GPT എന്ന് വല്ലതും കണ്ടോ? യെസ് അത് സെലക്ട് ചെയ്തോളൂ. എന്നിട്ട് സൈൻ ഇൻ എന്ന് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ സൈൻ അപ്പ് എന്ന് പറഞ്ഞു കൊടുക്കുക. ലാസ്റ്റിലാണോ ലോഗിൻ ആണോ? ലോഗിൻ. ഓക്കെ, സൈൻ അപ്പ് ആണ്, ലോഗിൻ അല്ലേ? സൈനപ്പ് കൊടുത്തോളൂ. അല്ല, ഓൾറെഡി ഉണ്ടോ? സുഹൈറ ഓൾറെഡി ചെയ്തിട്ടുണ്ടെന്നല്ലേ പറഞ്ഞേ? ഇപ്പം ഫോണിൽ ഓപ്പൺ ചെയ്താണ്, അത് എനിക്ക് ഓർമ്മയില്ല, ഞാനത് സൈൻ ചെയ്തിട്ട്. കുഴപ്പമില്ല. അപ്പോൾ അത് ലോഗിൻ തന്നെ കൊടുത്തോളൂ. നമ്മുടെ സ്വന്തം ഇമെയിൽ ID ഒക്കെ കൊടുത്ത് ലോഗിൻ വിത്ത് ഗൂഗിൾ കൊടുത്താൽ മതി. ശരി, ഓക്കെ, ശരി. വാട്ട് ക്യാൻ ഐ ഹെൽപ്പ് വിത്ത് ആ പേജ് അല്ലേ വരിക? യെസ് യെസ് യെസ്. അത് തന്നെ നമുക്ക് കൊടുക്കാം. ഓക്കെ, എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇവിടെ തന്നെ ടൈപ്പ് ചെയ്യാം. എല്ലാവർക്കും ലോഗിൻ ചെയ്യാൻ പറ്റിയല്ലോ? ആർക്കെങ്കിലും പറ്റാത്തതായിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അൺമ്യൂട്ട് ചെയ്യുക, പറയാം. ചെയ്തു. ഓക്കെ, ഫൈൻ ഫൈൻ. സുഹൈറ ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെ ആണ് സർ.
അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ടൈപ്പ് ചെയ്യാം. നമ്മളൊരു പ്രോംപ്റ്റ് കൊടുക്കാൻ പോവാണ്. നേരത്തെ ഡീപ്സീക്കിൽ കൊടുത്ത പോലെ തന്നെ ഇതിലും നമുക്കൊരു പ്രോംപ്റ്റ് കൊടുക്കാം. ഗിവ് മീ എ ക്യാപ്ഷൻ give space me a caption for Twitter. എഴുതിക്കോളൂ, CAPTION ഫോർ ട്വിറ്റർ, അല്ലെങ്കിൽ എക്സ് എന്ന് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, ട്വിറ്റർ എന്ന് കൊടുത്തോളൂ നൽകാം. ഫോർ ട്വിറ്റർ TWITTER okay, Twitter. Give me a caption for Twitter about digital marketing services. Digital marketing services. Backlinking കൂടി കൊടുത്തു. For backlinking. BACKLINKING. ഓക്കെ. എൻ്റർ കൊടുത്തോ? ഓക്കെ. അപ്പോൾ ഇതിൽ ഫുള്ളും കോപ്പി ചെയ്യണമെന്നില്ല. തൽക്കാലം കോപ്പി ചെയ്തോളൂ. ബൂസ്റ്റ് യുവർ വെബ്സൈറ്റിന്റെ ആ കോഡ്സിനകത്ത് വന്നിരിക്കുന്ന ആ ടെക്സ്റ്റ് മാത്രം കോപ്പി ചെയ്യാം. ജോമോൻ, ബൂസ്റ്റ് എന്ന് പറഞ്ഞുണ്ടോ? മേളിൽ വായിച്ചു വരും. യെസ്, കറക്റ്റ് ആണ്. എപ്പോഴും വായിക്കുമ്പോൾ ആദ്യത്തെ ആൽഫബറ്റ് തൊട്ട് ഷുവറിന് തൊട്ട് വായിക്കുക. അപ്പോൾ ബൂസ്റ്റ് ആണ് ഇവിടെ നമുക്ക് വേണ്ടത്. ബൂസ്റ്റ് തൊട്ട് വായിക്കുക. ബൂസ്റ്റ് യുവർ വെബ്സൈറ്റ് അതോറിറ്റി വിത്ത് ഹൈ ക്വാളിറ്റി. യെസ്. അതാണോ നമ്മള് എന്നിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വരെ #ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ കൊടുത്തിട്ടില്ലേ? അവിടെ വരെ ചെയ്തോളൂ. യെസ്. ഓക്കെ, കോപ്പി ചെയ്തിട്ട് ട്വിറ്ററിലേക്ക് തിരിച്ചു വരിക. ആ കോട്ട് മാത്രം കോപ്പി ചെയ്യണ്ടായിരുന്നു. കുഴപ്പമില്ല. ട്വിറ്ററിലോട്ട് വരിക, നമ്മുടെ എക്സിലോട്ട് വന്നിട്ട് ആ വാട്ട് ഈസ് ഹാപ്പനിങ് എന്ന് പറഞ്ഞുകൊണ്ടോ ഏറ്റവും മേളിലായിട്ട് അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആ #ന് മുമ്പ് തന്നെ നമ്മുടെ വെബ്സൈറ്റിന്റെ ലിങ്കും കൂടി കൊടുക്കാം. #SEO #backlinking എന്നൊക്കെ പറഞ്ഞില്ലേ? അതിന് മുമ്പ് നമുക്ക് തൽക്കാലം നമ്മുടെ വെബ്സൈറ്റിന്റെ ലിങ്ക് പ്രസന്റ്. ഇത് ബാക്ക് സ്പേസ് ചെയ്യണോ? എന്ത്? ഈ SEO ഹാഷ് ഇല്ല, ഞാൻ പറഞ്ഞു അങ്ങനെ ബാക്ക്ലിങ്ക്. എന്താ പറഞ്ഞെന്ന് കേട്ടായിരുന്നോ? അതിന് മുമ്പേ നമ്മുടെ സൈറ്റ് ആണ്. പറഞ്ഞോളൂ. കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കുക, അതാണ് വേണ്ടത്. കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനെ എല്ലാവരും ഡെവലപ്പ് ചെയ്യുക. പറഞ്ഞോളൂ ജോൺ. അതിന് ഈ SEO #backlinking അതിന് മുമ്പേ നമ്മുടെ സൈറ്റ് വെരി ഗുഡ്.
ആഡ് കൊടുക്കുക. അവിടെ ആഡ് ഓൺ ചെയ്ത് കൊടുക്കാം. പ്രസൻസ് ഹാഷ്ടാഗ് SEOന് മുമ്പ് തന്നെ സെലക്ട് ചെയ്തിട്ട് അവിടെ എന്ത് കൊടുക്കാം? നമ്മുടെ വെബ്സൈറ്റിന്റെ URL HTTPS അല്ലെങ്കിൽ www. ഓക്കെ സാർ, യെസ്, പറഞ്ഞോളൂ. ഹാഷ്ടാഗും കൂടെ ഇട്ട് കൊടുത്തിട്ട് HTTPS അടിക്കണോ അതോ വേണ്ട, വെറുതെ? ഹാഷ്ടാഗ് ഇടാണ്ട് ഓക്കെ ഓക്കെ. വെറുതെ നമ്മുടെ വെബ്സൈറ്റിന്റെ URL ആഡ് ഓൺ ചെയ്ത് കൊടുക്കാം. ഉം. സർ https:// സുഹേറ പറഞ്ഞോളൂ. എനിക്ക് വന്നത് ഹെൽപ്പ് യു ബിൽഡ് സ്ട്രോങ്. അത് കുഴപ്പമില്ല, അത് വന്നല്ലോ. ഓക്കെ വന്നു. ഓക്കെ. ഇനി നമ്മള് അതിന്റെ ഈ ബാക്ക് ലിങ്കിങ് തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് HTTPS ആഡ് ചെയ്തോളൂ. ഹാഷ്ടാഗ് എന്താണല്ലേ അതിനകത്ത്? ഹാഷ്ടാഗ് ബാക്ക് ലിങ്കിങ്ങിന്റെ അത് തന്നെയാണ് അവിടെ ഉള്ളത് പോലെ തന്നെ. ഓക്കെ, എന്നാ അതില് കൊടുത്തോളൂ. അതിന് മുമ്പ് തന്നെ നമ്മുടെ വെബ്സൈറ്റ്. ജോമോൻ എന്താണത്? ക്യാപിറ്റൽ ലെറ്ററൊക്കെ ആണല്ലോ എഴുതുന്നത്. വെബ്സൈറ്റിന്റെ URL അല്ലേ നമ്മൾ സ്മോൾ ലെറ്ററിൽ കൊടുക്കുക. ശ്രദ്ധിക്കണേ, നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് അറിയണം. നമ്മുടെ ഇപ്പൊ എന്റെ URL വരുന്ന suhaira-samad.shop അതുവരെ മാത്രമല്ലേ കൊടുക്കുന്നുള്ളൂ സാറേ? യെസ്, കറക്റ്റ് തന്നെയാണ്. HTTPS കൂടി കൊടുത്തോളൂ. എന്നിട്ട് വെബ്സൈറ്റിന്റെ URL ടൈപ്പ് ചെയ്ത് ഒരു ഹാഷ്ടാഗ് സ്പേസ് ബാറും കൂടി കൊടുക്കണേ. ഓക്കെ. ഇപ്പോ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ കൂടെ തന്നെ വേണമെങ്കിൽ ഒരു ഇമേജും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കോഡ്സ് വേണമെന്നുണ്ടോ? എന്താണ് ജിൻഷ? കോഡ്സ് വേണമെന്നുണ്ടോ? കോഴ്സോ? കോഡ്സ് എഴുതിയിട്ടില്ലേ? കോഡ്സ് ബൂസ്റ്റ് മാറ്റണം. കോഡ്സ് മാറ്റണം. ജോമോൻ അവിടെ ബൂസ്റ്റിന് മുമ്പും അവസാനവും 2 കോട്ട് വന്നിട്ടുണ്ടൊക്കെ മാറ്റിക്കോളൂ കേട്ടോ. അതിന്റെ ഏറ്റവും താഴെ നമുക്ക് കോഡ്സ് ഒക്കെ വന്നിട്ടുണ്ട്, അതൊന്നും വേണ്ട, ഒക്കെ മാറ്റിക്കോളൂ. ഇനി എന്ത് ചെയ്യണം? ഇമേജ് ആഡ് ചെയ്യാം. ഒരു ഇമേജും കൂടി ആഡ് ചെയ്യാം. ഇപ്പൊ എന്താണ്? ഗുഡ് നൈറ്റിന്റെ സമയമാണ് അല്ലേ? തൽക്കാലം അവിടെ പുറത്ത് ക്ലിക്ക് ചെയ്തിട്ട് സാർ ഒരു ഡൗട്ട് ചോദിക്കട്ടെ? ഒരു മിനിറ്റ്, ഇമേജ് സെലക്ട് ചെയ്യുക, എന്നിട്ട് അതിൽ സെർച്ച് ചെയ്യുക ഗുഡ് നൈറ്റ്. ശീതൾ പറഞ്ഞോളൂ. അതെ, നമ്മളിപ്പോ വെബ്സൈറ്റിന്റെ URL എഴുതുമ്പോഴില്ലേ, അതെ, ഞാൻ ഈ അഡ്മിൻ വേറെ എഴുതി, അത്രയും വേണ്ടല്ലേ? അഡ്മിൻ വേണ്ട. അഡ്മിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് URL ആണത്. ഓക്കെ, നമ്മളത് ഉപയോഗിക്കുന്നതാണ്. സോറി. നമ്മൾ ആർക്കെങ്കിലും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ ഓക്കെ നോർമൽ ഇവിടം വരെ. സാറേ ഇവിടെ ഷെയർ ചെയ്യേണ്ടില്ല എന്ത് ഇമേജ്? അല്ല ജോമോൻ, ശ്രദ്ധിക്കൂ. താഴെ തന്നെ ഇമേജിന്റെ ഒരു സിമ്പൽ കണ്ടോ? ഇതല്ലേ? അതിൽ ഇമേജ് ഉണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ ക്യാൻസൽ കൊടുക്കുക, ഒരു ജിഫ് കൊടുക്കുക. തൽക്കാലം ഒരു ജിഫ് കൊടുക്കാം. നമുക്ക് ഇതിന്റെ കൂടെ എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഇമേജ് കൊടുക്കാം, വീഡിയോസ് കൊടുക്കാം, ജിഫ് കൊടുക്കാം. ആ മീഡിയയുടെ തൊട്ട് റൈറ്റ് സൈഡിൽ കണ്ടോ ജിഫ് എന്ന് പറഞ്ഞ് എഴുതിയേക്കുന്നേ? ജോമോൻ ഓരോ പോയിന്റ്സും സൂക്ഷ്മതയോടെ നോക്കുക, സൂക്ഷിച്ച് നോക്കുക. ഇതിലെന്തെങ്കിലും ഫോട്ടോസ് ഉണ്ടോ? ഇല്ല. എന്നാ അതെന്തിനാ അത് വെച്ചേക്കുന്നത്? അത് കളഞ്ഞോളൂ, ക്ലോസ് ചെയ്തോളൂ. ഓക്കെ, ഇനി ജിഫ് എടുക്കുക. ഇവിടെ കൊടുത്തോളൂ ഗുഡ് നൈറ്റ്. എഴുതിക്കോളൂ ഗുഡ് നൈറ്റ്. സാർ, ഞാൻ അവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് എഴുതി, കുഴപ്പമുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. ശരിക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നാണ് എഴുതണ്ടേ. നമ്മളിപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഒരു ഗുഡ് നൈറ്റിന്റെ സമയമായതുകൊണ്ട് ഒരു ഗുഡ് നൈറ്റ് ഇമേജ് ആഡ് ഓൺ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. കൊടുത്തോളൂ. ഏതെങ്കിലും ഒരു ഇഷ്ടമുള്ള ജിഫ് കൊടുക്കുക. അതെ, അത് കൊള്ളാം. ഓക്കെ, ഇനി ഏറ്റവും താഴെ പോസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ? അതിനെ കൊടുത്തോളൂ.
അതിന് ഗോട്ടിട്ട് കൊടുക്കുക. ഇപ്പൊ നമ്മൾ എന്താ ചെയ്തേ? നമ്മുടെ ട്വിറ്ററിനകത്ത് ആ നമ്മൾ ബാക്ക് ലിങ്കിങ് ആ ചെയ്തത്. ബൈ ബാക്ക് ലിങ്കിങ് എന്ന് വെച്ചാൽ വേറൊരു വെബ്സൈറ്റിൽ നമ്മളെ വെബ്സൈറ്റിന് വെബ്സൈറ്റ് ആഡ് ചെയ്ത് കൊടുക്കും. ആ നമ്മുടെ വെബ്സൈറ്റിന്റെ ലിങ്ക് ആഡ് ഓൺ ചെയ്ത് കൊടുത്തു. അപ്പൊ എന്ത് സംഭവിക്കും? നമുക്ക് ട്രാഫിക് കൂടൂലേ? ആ എന്ത് ട്രാഫിക് വരും? ഓർഗാനിക് ട്രാഫിക് നമുക്ക് കിട്ടും. വരും. അപ്പോൾ SEOന്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമ്മുടെ വെബ്സൈറ്റിൽ കുറേ ട്രാഫിക് കൊണ്ടുവരിക, അതും റെലവെന്റ് ആയിട്ടുള്ള ട്രാഫിക് വേണം. അത് നമുക്ക് ഇതേപോലെ തന്നെ ഇപ്പൊ ആയിരക്കണക്കിന് വെബ്സൈറ്റ് ഇല്ലേ, അതിന്റെ ലിസ്റ്റിലോട്ട് വരിക. തിരിച്ച് നമ്മുടെ ആയിരക്കണക്കിന് വെബ്സൈറ്റിന്റെ ലിസ്റ്റിലോട്ട് വന്നോളൂ. സാർ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോളൂ. ഈ ട്വിറ്റർ ഔട്ട്ഡേറ്റഡ് അല്ലേ? അപ്പം അല്ല ഞാൻ ഇപ്പൊ അത് വലിയൊരു ഇതില്ലല്ലോ അല്ലേ? ഈ ട്വിറ്ററിൽ നമ്മൾ എന്താ ചെയ്തേക്കുന്നേ? അല്ല അത് മനസ്സിലായി. അല്ല ഞാൻ സാറിൻ്റെ ചോദിക്കാം. ട്വിറ്റർ ശരിക്കും ഔട്ട്ഡേറ്റഡ് അല്ല കേട്ടോ. അന്നെ അതൊരു റോങ് കോൺസെപ്റ്റ് ആണ്. അത് വൈറൽ ആയിക്കൊണ്ടിരിക്കുക. ട്വിറ്ററിൽ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വേറെ ലെവലിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ട്വിറ്റർ. ഓക്കെ. കാരണം മുമ്പ് എനിക്ക് ട്വിറ്റർ ഉണ്ടായിരുന്നു, പക്ഷെ ഫേസ്ബുക്കിനൊക്കെ മുമ്പേ ഐ മീൻ ഫേസ്ബുക്ക് അത്ര പ്രൊമിനന്റ് അല്ലാത്ത ടൈമിൽ എനിക്ക് ട്വിറ്റർ ഇങ്ങനെ ഉണ്ടായിരുന്നു. ബട്ട് പിന്നെ ഇതൊക്കെ വന്നപ്പോൾ ഞാനും അതങ്ങ് മാറ്റിയാത്തോണ്ട് ചോദിച്ചു. ഇതിനെന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ട്വിറ്ററിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നമ്മൾ ഇതിന്റെ പ്രീമിയം എടുക്കണം. ഓക്കെ. പ്രീമിയം എടുത്തിട്ട് നമ്മൾ ഇതേപോലെ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംമാതിരി മില്യൺസ് ഓഫ് ഓഡിയൻസിലേക്ക് എത്തിപ്പെടാൻ പറ്റും. ഓക്കെ. അത് ഇതിനകത്ത് എല്ലാവരും ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക, സ്ക്രീനിലോട്ട് നോക്കുക. ജോമോൻ ലെഫ്റ്റ് സൈഡിൽ കണ്ടോ പ്രൊഫൈൽ? അതിനെ സെലക്ട് ചെയ്തോളൂ. എല്ലാവരും ഒന്ന് ജസ്റ്റ് നോക്കിക്കോളൂ കേട്ടോ. ഇവിടെ ഗെറ്റ് വെരിഫൈഡ് എന്ന് പറഞ്ഞ കണ്ടോ? അതിന്റെ താഴോട്ട് വരൂ. എന്തെങ്കിലും വേറെ ഉണ്ടോ? ഓക്കെ, ഗെറ്റ് വെരിഫൈഡ് കൊടുക്കുക. നമ്മൾ ഇതിലെല്ലാം ആഡ് ഓൺ ചെയ്യണം. ഫോട്ടോ, ടെക്സ്റ്റ്, ഇമേജ്, വീഡിയോസ്. ഈ ഒരു ഗെറ്റ് വെരിഫൈഡ് വിത്ത് പ്രീമിയം പതുക്കെ താഴേക്ക് വരിക, വളരെ പതുക്കെ. റൈറ്റ് സൈഡിൽ കണ്ടോ അവരെന്തൊക്കെയാ ചെയ്തേക്കുന്നേ? 120 AED ആനുവലി 1450 ബിൽഡ് എന്നാണ് പറയുന്നത്. അതിൽ ഫുൾ ആഡ് ഫ്രീ ആയിരിക്കും. ലാർജസ്റ്റ് റിപ്ലൈ ബൂസ്റ്റ്, റൈറ്റ് ആർട്ടിക്കിൾസ്, അതേപോലെ റഡാർ കാര്യങ്ങളൊക്കെ അതിനകത്ത് അവൈലബിൾ ആണ്. ഹയസ്റ്റ് യൂസേജ് ലിമിറ്റ്, അൺലോക്ക് ഡീപ് സെർച്ച് ആൻഡ് തിങ്ക്, ഏർലി ആക്സസ് ടു ന്യൂ ഫീച്ചേഴ്സ്. അപ്പോൾ ഇതിൽ നമ്മൾ എന്തെങ്കിലും ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ ഇതേപോലെ ഇപ്പോൾ നമ്മൾ ചെയ്ത പോലെ ഇട്ട് കഴിഞ്ഞാൽ പെയ്ഡ് പ്ലാറ്റ്ഫോമിലാണ് പറയുന്നത്, സംഭവം ഓർഗാനിക് ആയിട്ട് റാങ്ക് ആയി കിട്ടും. നമ്മുടെ ടോപ്പിക്കിനെ പറ്റി ഇപ്പോൾ ശീതളിന്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിനെ പറ്റി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റ് കയറി വരും. പെയ്ഡ് ആണെങ്കിലല്ലേ? പെയ്ഡ് ആണെങ്കിൽ യെസ്. ഫ്രീനകത്ത് ഔട്ട്ഡേറ്റഡ് ആണ്. ഫ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ടോട്ടലി ഡെഡ്. നമ്മൾ ബാക്ക് ലിങ്ക് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഒരേപോലെ ഇരിക്കും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് അതും ഇതും തമ്മിലുള്ള സംഭവം. ഇപ്പൊ നമ്മളൊരു സൈക്കിളിൽ പോകുന്നതും അതേപോലെ തന്നെ റോക്കറ്റിൽ പോകുന്നതും വ്യത്യാസം നമുക്കിവിടെ ഫ്രീയും പെയ്ഡും തമ്മിൽ മനസ്സിലാക്കാൻ പറ്റും. പെർ മന്ത് ആണോ സാർ 120 AED? യെസ് പെർ മന്ത് ഓൺലി 120 AED. അത് നോക്കുക. അത് പ്രീമിയം പ്ലസ് ആയതുകൊണ്ടാണ്. പ്രീമിയം പ്ലസ് ആയതുകൊണ്ടാണ്. യെസ്. ആദ്യം 25ന്റെ എടുക്കുക, പിന്നെ 120ന്റെ എടുക്കുക. ഡിപ്പെൻസ് നിങ്ങളുടെ ബഡ്ജറ്റ് പോലെ. അല്ലെങ്കിൽ അതിന്റെ താഴെ വേറെയും കുറെ പാക്കേജ് എന്തോ കൊടുത്തിട്ടുണ്ട്. 309 ആനുവലി. എങ്ങനെ വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഡിപ്പെൻസ് അപ്പോൺ അവർ ഓൺ ബഡ്ജറ്റ്. ഫ്രീ വേണമെങ്കിൽ ഫ്രീ, പെയ്ഡ് ആണെങ്കിൽ പെയ്ഡ്. ഇറ്റ്സ് ഓൾ അപ് ടു us. ഓക്കെ, ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. നമുക്ക് 1000+ ഹൈ ക്വാളിറ്റി മറ്റേ ഇതിലോട്ട് വന്നിട്ട്
ആ ഇതിലിപ്പോ തൽക്കാലം കണ്ടോ, ഇങ്ങനെ ഒരു ആയിരക്കണക്കിന് വെബ്സൈറ്റ് ഉണ്ട്. ചില സൈറ്റുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇമേജിനെ സബ്മിറ്റ് ചെയ്തിട്ട് അതിന്റെ കൂടെ തന്നെ നമ്മൾ എന്ത് കൊടുക്കണം? നമ്മുടെ വെബ്സൈറ്റിന്റെ URL. URL കൊടുക്കണം. യെസ്, വെരി ഗുഡ്. സുഹൈറ പിടിയിട്ടുണ്ടോ? ആ സർ, നമ്മളിപ്പോ എന്താ പറഞ്ഞേ? ഇതുപോലെ തന്നെ നമ്മള് ഇപ്പൊ ഇതിൽ കാണുന്ന പോലെ 1000 വെബ്സൈറ്റ് ഇതിലുണ്ടല്ലോ, ആ ഇതുപോലുള്ള ഇതിൽ കയറിയിട്ട് നമ്മള് നമ്മുടെ നമ്മുടെ URL ആഡ് ഓൺ ചെയ്ത് കൊടുക്കാം. യെസ് യെസ് യെസ്. ചിലതിൽ നമ്മൾ ആർട്ടിക്കിൾ സബ്മിറ്റ് ചെയ്ത് കൊടുക്കണം. യെസ്. അപ്പൊ ആർട്ടിക്കിളിന്റെ കൂടെ നമ്മൾ എന്ത് കൊടുക്കണം? URL. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഓർഗാനിക് ട്രാഫിക് കിട്ടും അല്ലേ? യെസ് യെസ്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഈ ബാക്ക്ലിങ്ക് ഒക്കെ ചെയ്ത് കഷ്ടപ്പെടുന്നത്. പക്ഷെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ആ പറഞ്ഞോളൂ. നമ്മളിപ്പോ ട്വിറ്റർ ഒരെണ്ണം ചെയ്തതുപോലെ നമുക്ക് എത്ര വേണമെങ്കിലും ചെയ്യാലോ അല്ലെ? ഇപ്പൊ പിന്നിൻട്രസ്റ്റിലോട്ടും അങ്ങനെ നമ്മുടെ യെസ്. വെബ്സൈറ്റിനെ ചെയ്യാലോ അല്ലെ? ആ ഈ കാണുന്ന സൈറ്റുകൾ കണ്ടോ, ഇപ്പോ ആ റെഡിറ്റ് ഉണ്ട്. നമ്മൾ ഏകദേശം എത്ര എണ്ണം ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും കണക്കുണ്ടോ? കണക്ക് എത്ര ചെയ്യാൻ പറ്റുന്നോ അത്രയും ചെയ്യാം. അത്രയും ചെയ്യാം. അൺലിമിറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിപ്പോ SEO എക്സിക്യൂട്ടീവ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അൺലിമിറ്റഡ് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ ഇത്രയും സൈറ്റുകളിൽ നമ്മൾ ഇത് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് നമ്മൾ എന്ത് ചെയ്താലും ഈ സൈറ്റിലേക്ക് അതിന്റെ ഇത് പോകുമോ സാറേ? അതിന്റെ ഇതെന്ന് പറഞ്ഞാൽ എന്താണത്? URL നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കത്തില്ലേ? യെസ്, അതെ, അപ്പൊ കറക്റ്റ് ആണ്. അപ്പൊ അപ്പൊ അതിൽ നിന്ന് ഇത്രയും നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ സൈറ്റ് ആ നമ്മുടെ സൈറ്റ് അത്രയും നമുക്ക് ഓർഗാനിക് ട്രാഫിക് കിട്ടാനല്ലേ നമ്മൾ ഇങ്ങനെ ഈ കഷ്ടപ്പെടുന്നത്. യെസ്. അതാണ് നമുക്ക് ഇവിടെ വരുന്നത്. ബാക്ക് ലിങ്കിങ്ങിനകത്ത് മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം ഇത്രേ ഉള്ളൂ. ഇപ്പൊ ജോമോന്റെ വെബ്സൈറ്റിന്റെ ലിങ്കിനെ നമ്മൾ റെഡിറ്റിൽ കൊണ്ടുവന്നിട്ടു, ട്വിറ്ററിൽ ഇടുന്നു, ടംബ്ലറിൽ ഇടുന്നു, പിൻട്രസ്റ്റിനകത്ത് എന്തായിരിക്കും ഇടാൻ പോകുന്നത്? ഇമേജ് സെർച്ച് എഞ്ചിൻ ആണ് അതല്ലേ? അപ്പോൾ ഒരു ഇമേജ് ആയിരിക്കും അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിന്റെ കൂടെ നമ്മൾ എന്ത് കൊടുക്കണം? URL. നമ്മുടെ URL. യെസ്, കറക്റ്റ് തന്നെയാണ്. എന്നിട്ട് ആ ഇമേജിനെ ക്ലിക്ക് ചെയ്ത് നേരെ നമ്മുടെ വെബ്സൈറ്റിലായിരിക്കും ആൾക്കാർ വരുന്നത്. ഇപ്പോ ഈ ഒരു വീഡിയോ സബ്മിഷൻ സൈറ്റ് ആണെങ്കിൽ എന്ത് പറയാം എക്സാമ്പിൾ ആയിട്ട്? ഒരു വീഡിയോയും നമ്മുടെ URL-ഉം. യൂട്യൂബ് എല്ലാവരും കാണാറുണ്ടോ? യെസ്. അപ്പൊ യൂട്യൂബിനകത്ത് പോയിട്ട് നമ്മൾ എന്ത് കൊടുക്കണം? വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് നമ്മുടെ URL-ഉം കൊടുക്കണം. നമ്മുടെ URL ആഡ് ഓൺ ചെയ്ത് കൊടുക്കുക. അപ്പൊ എന്ത് സംഭവിക്കും? ഒരു ഓർഗാനിക് ട്രാഫിക്. ഓർഗാനിക് ട്രാഫിക്. ആ കോൺസെപ്റ്റ് നമുക്ക് പിടികിട്ടി കഴിഞ്ഞാൽ എവിടെ പോയാലും ബാക്ക്ലിങ്ക് എന്താണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അത് ഭയങ്കര സിമ്പിളാണ്. പിന്നെ ചിലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡു ഫോളോ ബാക്ക്ലിങ്ക് സൈറ്റ്സ് ഉണ്ട്. ഡു ഫോളോ എന്ന് പറയുമ്പോൾ നമ്മുടെ വെബ്സൈറ്റിനെ ഇൻഡെക്സ് ചെയ്യും അതിനകത്ത് തന്നെ. ഓക്കെ, ഇൻഡെക്സിംഗ് എന്ന് വെച്ചാൽ എന്താ? ആർക്കാ പറയാൻ പറ്റുക? അത് സെർച്ച് എഞ്ചിനിലെ ഡേറ്റാബേസിൽ വെബ്സൈറ്റിനെ സ്റ്റോർ ചെയ്യുന്നു. സ്റ്റോറേജ് വെബ്സൈറ്റിന്റെ ഡാറ്റാബേസിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കും. യെസ് യെസ്, കറക്റ്റ് തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ നോ ഫോളോ വെബ്സൈറ്റ്സ് ആണെങ്കിൽ നമുക്ക് എന്തൊക്കെയാണെങ്കിൽ ഓർഗാനിക് ട്രാഫിക് കിട്ടും, പക്ഷെ എന്താവില്ല, ഇൻഡെക്സ് ആവില്ല. ഓക്കെ, അതാണ് ആ ഒരു വ്യത്യാസം. ഡു ഫോളോ ആൻഡ് നോ ഫോളോ ബാക്ക് ലിങ്കിങ് വെബ്സൈറ്റ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. പിന്നെ പറയാന്നുണ്ടെങ്കിൽ അപ്പൊ എന്താണ് ബാക്ക് ലിങ്ക് ചെയ്യാനുള്ള ക്രൈറ്റീരിയ? ആർക്കാ ഒന്നും പറയാൻ പറ്റുന്നത്? വളരെ ക്വിക്കായിട്ട് സുഹൈറയ്ക്ക് പറയാൻ പറ്റും. വെബ്സൈറ്റ് എടുക്കുക, നമ്മൾ ഡു ഫോളോ ബാക്ക്ലിങ്ക് വെബ്സൈറ്റ് എടുത്ത് നമ്മൾ ആ വെബ്സൈറ്റിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുക. അതിനകത്ത് നമ്മൾ URL ആഡ് ചെയ്ത് കൊടുക്കും. URL ആഡ് ഓൺ ചെയ്ത് കൊടുക്കും. അല്ല, നമ്മൾ ഈ ബാക്ക് ലിങ്ക് ചെയ്യാനുള്ള ക്രൈറ്റീരിയ എന്താണ്?
ആർക്കാ പറയാൻ പറ്റുക ബാക്ക് ലിങ്ക് ചെയ്യാനുള്ള ക്രൈറ്റീരിയ? പി എ ആൻഡ് ഡി എ നോക്കണം. സ്പാം സ്കോർ മോർ നോക്കണം. ദാൻ ആ 14 മോർ ദാൻ 40 ആയിരിക്കണം. സ്പാം സ്പാം സ്കോർ ലെസ് ദാൻ Score 10 ആയിരിക്കും. less than 10. ഈ പി എ ഡി എ സ്പാം സ്കോർ ഒക്കെ നമുക്ക് എവിടെ നിന്ന് കിട്ടും? പി എ ഡി എ ചെക്കേഴ്സ് ഉണ്ടല്ലേ, PDG അതെ. checkers. അതിലേക്ക് പോയാൽ നമുക്ക് ഇതേപോലെ അനലൈസ് ചെയ്യാനായിട്ടും പറ്റും. ഉം. പിടി കിട്ടിയോ? യെസ്. Yes. ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് കിടക്കാം. പുതിയൊരു ടാബിലേക്ക് വരും. നമ്മുടെ വെബ്സൈറ്റിനെയൊക്കെ ഓഡിറ്റ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയിലോട്ട് കിടക്കാം. പുതിയ ടാബിലേക്ക് വരാം. യെസ്, അവിടെ സെർച്ച് ചെയ്യുക സ്ക്രീമിംഗ് ഫ്രോഗ്. എല്ലാവരും എഴുതിയെടുക്കുക കേട്ടോ. വെബ്സൈറ്റ് ഓഡിറ്റ് ചെയ്യാനുള്ള കുറച്ച് ടൂൾസ് ആണ്. എന്ത് സാറേ? സ്ക്രീമിംഗ് ഫ്രോഗ്, SCREAMING, സ്ക്രീമിംഗ് ഫ്രോഗ്. സ്ക്രീമിംഗ് ഫ്രോഗ് എൻ്റർ കൊടുക്കുക. അതില് വെബ്സൈറ്റ് അനലൈസിംഗ് അല്ലേ? മറ്റേ ഇത് കണ്ടോ, മൂന്നാമത്തെ സ്പോൺസർ അല്ലാത്ത റിസൾട്ട് കണ്ടോ? യെസ്, അത് തന്നെ. അതിനെ സെലക്ട് ചെയ്യാം. ഇതൊരു ഓഡിറ്റിംഗ് ടൂളാണ്. നമ്മുടെ വെബ്സൈറ്റിനെ ഓഡിറ്റ് ചെയ്യാനുള്ള ഒരു ടൂളും കൂടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെറ്റാ ടൈറ്റിൽ ഓൺ പേജ് SEO ഓക്കെ ആണോ, ഓഫ് പേജ് SEO ഓക്കെ ആണോ, ഇതിൽ എന്തെല്ലാം കാര്യങ്ങൾ വരുന്നുണ്ട്, അങ്ങനെ പലതും നമുക്കിവിടെ ഈ ഒരു ടൂൾ വെച്ച് അനലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്യുക. അതേപോലെ പുതിയൊരു ടാബിലേക്ക് വരിക. യൂബർ സജസ്റ്റ് എഴുതിക്കോളൂ. പുതിയ ടാബിലേക്ക് വരിക. യൂബർ സജസ്റ്റ്. നമ്മൾ ഗൂഗിൾ കീവേഡ് പ്ലാനറിൽ കീവേഡ് റിസർച്ച് ചെയ്തില്ലേ? ഓർക്കുന്നുണ്ടോ കീവേഡ് റിസർച്ച് സുഹൈറ? എന്താ സാറേ? കീവേഡ് റിസർച്ച് ചെയ്ത് ഓർക്കുന്നുണ്ടോ? ആ, നോക്കുന്നുണ്ട്. അതിൽ എന്ത് ടൂളാണ് നമ്മൾ ഉപയോഗിച്ചത്? കീവേഡ് പ്ലാനർ. ഓക്കെ, വെരി ഗുഡ്. അത് കൂടാണ്ടും നമുക്ക് വേറെ കുറേ ടൂൾസ് ഉണ്ട്. ഓഡിറ്റ് ചെയ്യാനും കീവേഡ് റിസർച്ച് ചെയ്യാനും ബാക്ക് ലിങ്കിനെ അനലൈസ് ചെയ്യാനും ഓൾമോസ്റ്റ് എല്ലാ കാര്യത്തിനും വേണ്ടിയിട്ടുള്ള മൾട്ടിപ്പിൾ ടൂൾസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. യൂബർ സജസ്റ്റ് എഴുതിക്കോളൂ. UBERSUGGEST. യൂബർ സജസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ നീൽ പട്ടേൽ എന്ന് പറഞ്ഞൊരു വളരെ മഹാനായ ഒരു SEO എക്സ്പേർട്ടിൻ്റെ വെബ്സൈറ്റാണ്. ഓക്കെ, എൻ്റർ കൊടുക്കൂ ജോമോൻ. അവിടെ എങ്ങനെ വെച്ചുകൊണ്ടിരുന്ന അതിനെ എത്തുമോ? ഓക്കെ, ഫൈൻ, നോ പ്രോബ്ലം. എന്നിട്ട് ആ വെബ്സൈറ്റിലേക്ക് വന്നോളൂ. അതിനെ ക്ലിക്ക് ചെയ്തോളൂ. ഇതല്ലേ സാർ? യെസ്, കറക്റ്റാണ്. ഇതൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുക കേട്ടോ. നമ്മൾ എന്താ ചെയ്യുന്നത്, അതിലേക്ക് എങ്ങനെ വരാൻ പറ്റും എന്നൊക്കെ നോക്കിക്കോ. ഇത് ഇദ്ദേഹമാണ് കേട്ടോ, കണ്ടോ? SEOൻ്റെ ഒരു എക്സ്പേർട്ട് നീൽ പട്ടേൽ എന്ന് പറഞ്ഞ ഒരാളാണ്. എല്ലാവരും ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടിരിക്കുക. ഓക്കെ, ഫൈൻ. ആ റൈറ്റ് സൈഡിൽ അതിനെ ക്ലോസ് ചെയ്തോളൂ. മേളിലും കൂടി ചെയ്തോളൂ കേട്ടോ ജോമോൻ. ഓക്കെ, അതും ക്ലോസ് ചെയ്തോളൂ. ഇനിയിപ്പോൾ നമ്മൾ തൽക്കാലം സൈൻ ഇൻ ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഇതിനകത്ത് വന്ന് നമ്മുടെ വെബ്സൈറ്റിൻ്റെ URL കൊടുത്തിട്ട് അതിനെ നമുക്ക് വേണമെങ്കിൽ ഓഡിറ്റിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും വെബ്സൈറ്റിൻ്റെ. നമ്മൾ വേറൊരു ഫ്രീ വെബ്സൈറ്റ് ഉണ്ട്, അതിൽ പോയി ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു ഐഡിയ എല്ലാവർക്കും കിട്ടും. പിന്നെ പുതിയ ടാബിലേക്ക് വരാം. സ്ക്രീമിംഗ് ഫ്രോഗ് പോലെ തന്നെ Hrefs എന്ന് പറഞ്ഞിട്ടൊരു ടൂളുണ്ട്. പുതിയ ടാബിലേക്ക് വന്നിട്ട് AHREFS, Hrefs.
എന്തല്ലേ സാർ എൻട്രി ചെയ്യട്ടെ? എൻട്രി കൊടുത്തോളൂ, അത് ചോദിക്കാണ്ട് തന്നെ എൻട്രി കൊടുത്ത് സെർച്ച് ചെയ്ത് ജോമോൻ ഒറ്റയ്ക്കാണെങ്കിൽ നമ്മൾ അതിലേക്ക് എത്തുമ്പോൾ ഇങ്ങനെ തന്നെയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കുക, എൻ്റർ കൊടുത്തിട്ട് അതിലോട്ട് വരിക. അവിടെ കണ്ടോ, നമുക്ക് ഫ്രീ AI റൈറ്റിംഗ് ടൂൾസ് ഉണ്ട്, ഓഡിറ്റ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ട്. HREFs എന്ന് പറഞ്ഞ സൈലന്റ് ആണ്, HREFs എന്നാണ് ഇതിനെ പറയുന്നത്. പല ആൾക്കാർ പല രീതിയിലായിരിക്കും പറയുക, അത് നമ്മൾ കേൾക്കുക. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ പുതിയൊരു ടാബിലേക്ക് വരിക, HREFs എന്നും കൂടി നോട്ട് ഡൗൺ ചെയ്തു. ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ SEMrush എഴുതിക്കോളൂ, SEMRUSH. ഓക്കെ, SEMrush സൈറ്റ് ഓഡിറ്റ് കണ്ടോ, സൈറ്റ് ഓഡിറ്റ് അതിന് സെലക്ട് ചെയ്യുക. നമ്മുടെ വെബ്സൈറ്റിൻ്റെ എന്തൊക്കെ ശരിയാക്കണം, എന്തെല്ലാം പ്രോബ്ലംസ് ഉണ്ടെന്ന് SEMrushനകത്തും നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവർ നമുക്ക് 7 day ഫ്രീ ആയിട്ടുള്ള ഒരു ട്രയലാണ് തരുന്നത്. സൈറ്റ് ഓഡിറ്റ് ആണോ? അതെ, Yes. സൈറ്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തു. SEMrushൽ ഫ്രീ ആയിട്ട് നമുക്ക് 7 day ഓഡിറ്റിംഗ് നടത്താം. ഇതേപോലെ തന്നെ പുതിയൊരു ടാബിലേക്ക് വരാം. ഇങ്ങനെ ആയിരക്കണക്കിന് വെബ്സൈറ്റ്സ് ഉണ്ട്, എല്ലാത്തിൻ്റെയും മിക്കതിൻ്റെയും പർപ്പസ് ഒക്കെ സെയിം തന്നെ. എന്തൊക്കെ ചെയ്യാം, വെബ്സൈറ്റിനെ ഓഡിറ്റ് ചെയ്യാം. ഇല്ലല്ലോ വന്നത്. പലർക്കും പല പേജായിരിക്കും വരിക, ഓക്കെ. കുഴപ്പമില്ല. ജോമോൻ സൈറ്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞാണ് സെലക്ട് ചെയ്തത്, അതാണ് അങ്ങനെ വന്നത്. ഇനി അടുത്തത് എല്ലാവരും സെർച്ച് ചെയ്യുക, SEOPTIMER, SEO ഒപ്റ്റിമർ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തിട്ട് ആദ്യം കാണുന്ന റിസൾട്ടിനെ സെലക്ട് ചെയ്യുക. എല്ലാവരും SEO ഒപ്റ്റിമർ എടുക്കുക. കണ്ടോ, SEO ഓഡിറ്റ് ആൻഡ് റിപ്പോർട്ടിംഗ് ടൂൾ. ഇതൊരു ഫ്രീ ടൂളാണ്. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ നമ്മുടെ വെബ്സൈറ്റിനെ ഓഡിറ്റ് ചെയ്യാം. അപ്പോൾ തൽക്കാലം എല്ലാവരും ഇതിനകത്ത് സെർച്ച് ചെയ്യുക, നിങ്ങളുടെ സ്വന്തം വെബ്സൈറ്റിൻ്റെ URL. ജോമോൻ ആണെങ്കിൽ ജോമോൻ്റെ URL കൊടുക്കുക, ശീതളിൻ്റെ URL, ജിൻഷയുടെ തന്നെ URL കൊടുക്കുക, സുഹേറയുടെ URL കൊടുത്തു. ഓക്കെ അല്ലേ? Yes. ഓക്കെ, സുഹേറ ചെയ്യുന്നുണ്ടല്ലോ. ചെയ്തു സർ. എന്നിട്ട് റൈറ്റ് സൈഡിൽ അതിനെ ഓഡിറ്റ് എന്ന് പറഞ്ഞു കൊടുക്കുക.
ഒരേ ഒരു തവണ ചെയ്താൽ മതി. ഓക്കെ, നമ്മുടെ ടൈം ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു 5 മിനിറ്റും കൂടി എല്ലാവർക്കും ഇരിക്കാൻ പറ്റുമെങ്കിൽ വളരെ നന്നായിരിക്കും. ഓക്കെ സർ ഇരിക്കാം. ഇരിക്കാം സർ. ഓക്കെ ഓക്കെ. ഈ ടൂൾസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് ഓഡിറ്റ് ചെയ്യാം അല്ലേ? യെസ് യെസ്. അപ്പോൾ ഇതിൽ നമ്മൾ SEO ഒപ്റ്റിമർ എന്ന് പറഞ്ഞുണ്ടോ, റൈറ്റ് സൈഡിൽ മേളിൽ ഡൗൺലോഡ് ആസ് PDF കൊടുത്തു കഴിഞ്ഞാൽ ഈ വെബ്സൈറ്റിന്റെ മൊത്തത്തിൽ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് നമുക്ക് തയ്യാറായി കിട്ടും. ബട്ട് ഫോർ ദ ടൈം ബീയിങ് എല്ലാവരും സ്ക്രീനിലോട്ടൊന്ന് ശ്രദ്ധിക്കുക. ജോമോൻ ഇപ്പോൾ ഷെയർ ചെയ്തിരിക്കുന്ന സ്ക്രീനിലോട്ട് നോക്കിക്കോളൂ. തൽക്കാലം നമുക്കൊന്ന് നോക്കാം. പതുക്കനെ ജോമോൻ ഒന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്ത് വരും. കുറച്ചും കൂടി താഴേക്ക് വരിക. എന്തെല്ലാം റെക്കമെൻഡേഷൻസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, നമ്മുടെ വെബ്സൈറ്റിനെ എങ്ങനെയൊക്കെ ശരിയാക്കണം എന്ന് നമുക്ക് കാണാൻ പറ്റും. പതുക്കെ പതുക്കെ താഴോട്ട് വരിക. വളരെ പതുക്കെ താഴേക്ക് വരുമ്പോൾ ഏതൊക്കെയാണ് എത്രയൊക്കെ പ്രയോറിറ്റി ഉണ്ടെന്ന് അവർ പറയുന്നുണ്ട്. പതുക്കെ താഴേക്ക് വരുമ്പോൾ അതെ, എല്ലാവരും ശ്രദ്ധിക്കുക. യുവർ ഓൺ പേജ് SEO കുഡ് ബി ബെറ്റർ. നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ടൈറ്റിൽ ടാഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് ഇൻ ദുബായ്. അതിന്റെ ലെങ്ത് അവർ പറയുന്നതെന്ന് വെച്ചാൽ 35 ക്യാരക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. പക്ഷെ 50 to 60 ക്യാരക്ടേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി നന്നായിരിക്കും. ഓക്കെ, അതേപോലെ മെറ്റാ ഡിസ്ക്രിപ്ഷൻ അതും ക്രോസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെറ്റാ ഡിസ്ക്രിപ്ഷനിൽ കണ്ടോ 120 to 160 ക്യാരക്ടേഴ്സ് നമുക്ക് എഴുതാം. എഴുതി കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. പതുക്കെ താഴേക്ക് വരിക. SERP റിസൾട്ട്സ്. SERP എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജ്. എല്ലാവരും ഒന്ന് എഴുതിയെടുക്കുക. നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ കാണുന്ന റിസൾട്ട് ഉള്ള പേജിനെയാണ് ഈ സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജ് എന്ന് പറയാം. അതേപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് ഇൻ ദുബായ് എന്നാണ് സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജ്. RESULT റിസൾട്ട് പേജ് എഴുതിക്കോളൂ. SERP. ഇനി പതുക്കെ താഴേക്ക് വരിക. കുറച്ചും കൂടി താഴേക്ക് വന്നോളൂ. H1 ടാഗ് കൊടുത്തിട്ടുണ്ടോ? യെസ്, കൊടുത്തിട്ടുണ്ട്. പതുക്കെ താഴേക്ക് വരും. H2 to H6 ടാഗ്സ് കൊടുത്തിട്ടുണ്ടോ? സബ് ഹെഡിങ്സ് ആണത്, അതും കൊടുത്തിട്ടുണ്ട്. പതുക്കെ താഴേക്ക് വരിക. കീവേഡിന്റെ കൺസിസ്റ്റൻസി എങ്ങനെയുണ്ട്? അപ്പൊ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയിട്ടേ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഓരോന്നും നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യേണ്ടതായിട്ട് വന്നു. ഓക്കെ, പതുക്കെ താഴേക്ക് വരിക. നമ്മുടെ കീവേഡ്സ് ഏറ്റവും കൂടുതലും നല്ല കീവേഡ്സ് ആയിട്ട് റാങ്ക് ചെയ്യുന്നത് അതിന്റെ ഡീറ്റെയിൽ നമുക്ക് കാണാം. പതുക്കെ താഴേക്ക് വരിക. ഏതൊക്കെ കീവേഡാണ് നന്നായിട്ട് വന്നേക്കുന്ന വെബ്സൈറ്റിൽ. ഫോക്കസ്, ഹൗ, ഹെൽപ്പ്, കൺഫ്യൂസ്, ഫ്രീസ്.
അതും നമുക്ക് ഇതിനകത്ത് കാണാം. തൽക്കാലം താഴേക്ക് വരിക. എമൗണ്ട് ഓഫ് കണ്ടന്റ് അവർ 316 വേർഡ്സ് ഉണ്ട്. അത് ലോ വോളിയം ആണെന്നാണ് പറയുന്നത്. കുറച്ചും കൂടി കൂടുതൽ ആഡ് ഓൺ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കാം. ഓക്കെ. ഇമേജ് ഓൾട്ട് ആട്രിബ്യൂട്ട്സ് നമ്മളത് കൊടുത്തിട്ടുണ്ടല്ലോ. ഇമേജിനെ ഒപ്റ്റിമൈസ് Alt ചെയ്യാം. അതൊക്കെ താഴേക്ക് വരുമ്പോൾ കാനോണിക്കൽ ടാഗ്. ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ നമ്മുടെ URL ഇന്നതാണ് എന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടോ എന്നാണ്. ഇപ്പോൾ jomon.online ആണ് നമ്മുടെ കാനോണിക്കൽ ടാഗ് ആയിട്ടുള്ള URL കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ മെയിൻ URL. ഇതിന് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് വേറെ ഒന്നും വരില്ല എന്നാണ് നമ്മൾ പറയുന്നത്. പിന്നെ അതേപോലെ നമുക്ക് ഇൻഡെക്സ് ചെയ്യണോ വേണ്ടയോ? ഇൻഡെക്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എന്താണ് ബോട്ട് വന്ന് നമ്മുടെ വെബ്സൈറ്റിൽ സ്ക്രോൾ ചെയ്യണോ വേണ്ടയോ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സ്ക്രോൾ ചെയ്യണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിൽ ബോട്ട് വന്ന് എന്താണ് വെബ്സൈറ്റിന്റെ കോഡൊന്നും റീഡ് ചെയ്യില്ല. അങ്ങനത്തെ ഓരോ സ്ട്രാറ്റജീസ്. നോ ഇൻഡെക്സ് കൊടുത്തു കഴിഞ്ഞാൽ ബോട്ട് വരില്ല. നമ്മുടെ വെബ്സൈറ്റിന്റെ കോഡ് കോപ്പി ചെയ്ത് സെർച്ച് എഞ്ചിന്റെ ഡാറ്റാബേസിലൊന്നും സ്റ്റോർ ചെയ്ത് വെക്കില്ല. അപ്പോൾ ഇങ്ങനത്തെ പല പല കാര്യങ്ങളും നമുക്ക് ഈ ഓഡിറ്റിന്റെ റിപ്പോർട്ടിൽ കിട്ടും. ഓക്കെ, ജോമോൻ ഒന്ന് സ്റ്റോപ്പ് ഷെയർ ചെയ്തോളൂ. ഓക്കെ ഓക്കെ ഫൈൻ. അപ്പോൾ അത് എല്ലാവർക്കും ഒരു ചെറിയ ഐഡിയ കിട്ടി. ഓഡിറ്റിംഗ് ടൂൾസ് കിട്ടി. കിട്ടി സാർ. ആകട്ടെ. ഓക്കെ ഓക്കെ. ഓഫ് പേജ് SEO എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കണം. ഓൺ പേജ് SEO, പിന്നെ അതേപോലെ തന്നെ ടെക്നിക്കൽ SEO, പിന്നെ നമ്മുടെ സെർച്ച് എഞ്ചിൻ ജേർണലിനകത്ത് തന്നെ ഇതിനെപ്പറ്റി കുറച്ചും കൂടി കൂടുതൽ തിയറട്ടിക്കൽ സെക്ഷനും കൂടി കൊടുത്തിട്ടുണ്ട്. അതും കൂടി നിങ്ങൾ എല്ലാവരും ഫ്രീ ആവുന്ന സമയത്ത് വായിച്ചു നോക്കുക. പിന്നെ അതേപോലെ തന്നെ SEOനെ പറ്റി ബേസ് ചെയ്തുകൊണ്ട് കുറച്ച് സർട്ടിഫിക്കേഷനൊക്കെ നമ്മൾ വരുന്ന ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ എല്ലാവർക്കും അതൊരു അഡ്വാൻറ്റേജ് തന്നെ ആയിരിക്കും. നമുക്ക് നോക്കാം. എല്ലാം നമ്മളൊന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വർക്കൗട്ട് ചെയ്യും. ഇവരെന്താ വായിക്കാൻ പറഞ്ഞ മനസ്സിലായി? ആ ആ ഒരു ദിവസം സുഹേന ഉണ്ടായിരുന്നില്ലേ? ബുക്ക് ഏത് മാർക്ക് സൈറ്റ് ചെയ്ത് ആയിരുന്നു? വച്ചായിരുന്നു. ഏതാണ് ശീതൾ? അത് ബുക്ക് മാർക്ക് ചെയ്ത് വച്ചായിരുന്നു. ബുക്ക് മാർക്ക് ചെയ്ത് വെച്ചായിരുന്നു. ഓർക്കണ്ടോ? സൈറ്റിന്റെ പേരെന്ന് പറയാവോ ജിൻഷ? ആർക്കാണോ ഒന്ന് പറയാൻ പറ്റുക? searchenginejurnal.com എന്ന് പറഞ്ഞൊരു സൈറ്റ് ആയിരുന്നു. അപ്പൊ അതിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറെ ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പറ്റും. ഞാൻ തൽക്കാലം ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാം. സ്ക്രീൻ ഷെയറിംഗ് വിസിബിൾ ആണല്ലോ? യെസ്. ഓക്കെ, ഇതേ കണ്ടോ? സെർച്ച് എഞ്ചിൻ ജേർണൽ SEO എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഓൾ SEO, SEO ന്യൂസ്, SEO സ്ട്രാറ്റജി, ആസ്ക് ആൻ SEO, എന്റർപ്രൈസ്, ഇവിടെ ലിങ്ക് ബിൽഡിംഗ് എന്താണ്, ലോക്കൽ SEO, മൊബൈൽ SEO, ഓൺ പേജ് SEO, ടെക്നിക്കൽ SEO, അങ്ങനെ പറഞ്ഞുകൊണ്ട് കുറേ 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 കാര്യങ്ങൾ ഇവർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുമെല്ലാം നമുക്ക് ഇതിനകത്ത് കുറേ ടേംസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അനലൈസ് ഒക്കെ ചെയ്യാം. അപ്പോൾ ഓരോന്നും വളരെ വളരെ നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഇതിൽ വരുന്നത്. പിന്നെ അതേപോലെ SEOന്റെ അൽഗറിതംസും കൂടി ഉണ്ട് ഇതിനകത്ത്. ഗൂഗിൾ അൽഗറിതം വരുന്നുണ്ട്. ഹിസ്റ്ററി ഓഫ് ഗൂഗിൾ അൽഗറിതം അപ്ഡേറ്റ്സ്. അതിൽ അൽഗറിതം എന്താണ്, എന്തെല്ലാം ടൈപ്പ് ഓഫ് അൽഗറിതംസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കുറേ ഓപ്ഷൻസ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ? അല്ല, ശീതൾ ഓർക്കണ്ടോ? ഉണ്ട്, ഇത് അറിയാം, ഓർമ്മയുണ്ട്. ബുക്ക് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബുക്ക് മാർക്ക് ചെയ്ത് വെച്ചാൽ മാത്രം പോരാ, എല്ലാവരും ഇന്ന് തൊട്ട് ഫ്രീ ആവുന്ന സമയത്ത് ഇതൊന്ന് വായിച്ചു നോക്കുക. അങ്ങനെയാണെങ്കിൽ അത് വളരെ എഫക്റ്റീവ് ആവും. ഇപ്പോൾ തൽക്കാലം ഞാൻ ഒന്നും കൂടി ഇത് നമ്മുടെ ചാറ്റിലോട്ട് ഇടാം, എല്ലാവരുടെയും റെഫറൻസിന് വേണ്ടി. പിന്നെ വേറൊരു ദിവസം നമ്മുടെ
സർട്ടിഫിക്കേഷൻ എടുക്കുന്ന കാര്യം കൂടി പറഞ്ഞുതരാം കേട്ടോ. അതൊന്ന് ഇപ്പോഴല്ല, അതിനൊരു ദിവസമുണ്ട്. അതിന് വേണ്ടി മാത്രം ഹലോ, സ്റ്റക്കായില്ലേ? കൂടുതൽ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നില്ല. നമുക്ക് എന്തായാലും അടുത്ത ആഴ്ച സെയിം സമയത്ത് വീണ്ടും കാണാം. ഓക്കെ, അടുത്ത ആഴ്ചത്തെ ക്ലാസ്സസ് നമ്മുടെ നെറ്റ്വർക്കിന് എന്തോ ഒരു ഇഷ്യൂ. എൻ്റെ വോയിസ് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട് സർ. ഓക്കെ ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ, ഹാപ്പി വീക്കെൻഡ്. ഇന്ന് ഫ്രൈഡേ അല്ലേ? അതെ അതെ. ഓക്കെ ഓക്കെ. അപ്പോൾ ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്. നമുക്കിനി അടുത്ത ആഴ്ച വീണ്ടും സെയിം സമയത്ത് കാണാം. ഓക്കെ സാർ, ഗുഡ് നൈറ്റ്. ഗുഡ് Okay. നൈറ്റ്. താങ്ക് യു. താങ്ക് യു. ബൈ ബൈ.